السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. അഖീദ പഠന പരമ്പരയിൽ അൽ ഇർഷാദ് ഇലാ സ്വഹീഹിൽ ഇഅ്തിഖാദ് എന്ന കിതാബ് അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ചെറിയ ശിർക്ക്, അതിൻ്റെ വ്യത്യസ്തങ്ങളായ വശങ്ങളാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. അവസാനമായി പറഞ്ഞത് കാലത്തെ പഴിക്കുക, അതേപോലെ ലവ് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എന്ന പ്രയോഗം, കുറ്റപ്പെടുത്തൽ, ആക്ഷേപിക്കൽ തുടങ്ങിയ മേഖലകളെ ഉള്ള ശ്രദ്ധയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇനി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉള്ള അധ്യായമാണ് അടുത്ത അധ്യായം. ഇതിന്റെ തുടർച്ചയെന്നോണം വരുന്ന അധ്യായം തന്നെയാണ് അസ്സബ്റു വ മൻസിലതുഹു ഫിൽ അഖീദ. ക്ഷമയും വിശ്വാസ മേഖലയിൽ ക്ഷമയുടെ സ്ഥാനവും. ക്ഷമയെ പല ആംഗിളിൽ നോക്കി കാണാൻ പറ്റും. സാധാരണ നമ്മളൊക്കെ പറയും ഒരു മുസീബത്തിലായ ക്ഷമിക്കണം, കഷ്ടപ്പാട് വന്നാൽ ക്ഷമിക്കണം എന്നൊക്കെ പറയും. പക്ഷെ ക്ഷമ അഖീദയുമായി എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്നാണ്. വിശ്വാസ കാര്യങ്ങളുമായി ക്ഷമക്ക് എന്താണ് കണക്ഷൻ ഉള്ളത്? നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ ലവ് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു എന്ന് പറഞ്ഞത് ഒരു അക്ഷമയുടെ റിസൾട്ട് ആണല്ലോ, ബൈ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടത് അവൻ ക്ഷമ അവലംബിക്കുക, റബ്ബിനെ ഖദാ ഖദർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് അഖീദയുമായി ബന്ധപ്പെടുന്ന കാര്യം കൂടിയാണ്. അതാണ് ഈ ഒരു അനുബന്ധ ഉപാധ്യായം പോലെ ശൈഖ് ഇവിടെ നൽകിയത്. അസ്സബ്റു വ മൻസിലതുഹു ഫിൽ അഖീദ. ക്ഷമയും അഖീദയിൽ അതിന്റെ സ്ഥാനവും എന്നതാണ് ഈ ഒരു അധ്യായം. തഖദ്ദമൽ കലാമു ഫിൻ നഹി അൻ ഖൗലി ലൗ. ലൗ എന്ന വാക്കിനെ കുറിച്ചുള്ള വിരോധം കഴിഞ്ഞ സംസാരത്തിൽ നമ്മൾ പറഞ്ഞുപോയി. ഇന്നമായ ഖൗഫിൽ ഇൻസാനി മുസീബത്തുൻ, ഒരു മുസീബത്ത് ബാധിക്കുമ്പോൾ വഅന്നൽ വാജിബ അലൈഹി അസ്സബ്റു വൽ ഇഹ്തിസാബ്, അവന് നിർബന്ധമായിട്ടുള്ളത് ക്ഷമിക്കലും പ്രതിഫലം കാക്ഷിക്കലുമാണ് എന്ന് നമ്മളവിടെ പറഞ്ഞു. കഴിഞ്ഞ പാഠത്തിൽ അത് പറഞ്ഞു. ഖാലൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാ, ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറയുന്നു, ദക്കറല്ലാഹു തആല അസ്സബ്റ ഫീ 90 മൗദിഅൻ മിൻ കിതാബിഹി. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ 90 സ്ഥലത്ത് ക്ഷമയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞതിലോ വായിച്ചില്ലേ? വായിച്ചിട്ടില്ല? ആയിക്കോട്ടെ. അപ്പൊ കഴിഞ്ഞ പാഠത്തിൽ ഒരു പേജ് ബാക്കിയുണ്ട് അല്ലേ, ഏകദേശം. ആയിക്കോട്ടെ, നമുക്ക് അവിടുന്ന് പോരാം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരാൾക്ക് ഒരു മഖ്ദൂർ നഷ്ടപ്പെട്ടാൽ രണ്ടവസ്ഥ ഉണ്ടാകും. ഒന്ന് ഹാലത്തു അജ്സിൻ, മറ്റൊന്ന് ഹാലത്തു ദലീൽ മഖ്ദൂർ. ഒന്ന് അജസ്, അശക്തമാവുക, നിരാശപ്പെടുക, അത് പൈശാചികമാണ് എന്ന് പറഞ്ഞു. രണ്ട് മഖ്ദൂറിലേക്ക് നോക്കുക, തനിക്കത് കണക്കാക്കപ്പെട്ടിട്ടുണ്ടോ, കണക്കാക്കപ്പെട്ടിട്ടില്ല, കണക്കാക്കപ്പെട്ടിരുന്നുവെങ്കിൽ നഷ്ടപ്പെടുമായിരുന്നില്ല എന്ന് അവൻ തിരിച്ചറിയുക. അപ്പൊ അല്ലാഹ് ഖദറാക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് അത് കിട്ടാതെ പോയത്. അതിന് കാരണങ്ങൾ പലതുണ്ടാകാം, പക്ഷെ റബ്ബ് എനിക്കത് നിശ്ചയിച്ചിട്ടില്ല എന്ന് അവൻ തിരിച്ചറിഞ്ഞ് ആ നിലക്ക് സമാധാനപ്പെടുകയാണ് അവൻ ചെയ്യേണ്ടത്. ഫഅർസല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ മാ യൻഫഉഹു ഹാല ഹുസൂലി മത്ലൂബത്തിൻ വഹാല ഫവാത്തിഹി. നാം
തേടിയ കാര്യം കിട്ടുമ്പോഴും നഷ്ടപ്പെടുമ്പോഴും ഒക്കെ ഉപകാരപ്പെടുന്ന വഴിയിൽ ചെയ്യാൻ അള്ളാഹു റസൂൽ നമുക്ക് നിർദ്ദേശം നൽകി. വനഹാഹു അൻ ഖൗലി ലൗ എന്ന പ്രയോഗം പാടില്ല എന്ന് നബി ഞങ്ങൾ പറയുകയും ചെയ്തു. ഉദ്ദേശകാരൻ നടന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, നടന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നബി ഞങ്ങൾ പറഞ്ഞു. പറഞ്ഞല്ലോ, ഉപകാരമുള്ള താല്പര്യം കാണിക്കുക, റബ്ബിനോട് സഹായം തേടുക, ഒരാത്താഴ്ജീസ് നീ അശക്തിയാവുന്ന നിരാശ കാണിക്കരുത്, അതേപോലെ ഖദ്ദറല്ലാഹ് വമാ ശാഅ ഫഅൽ എന്ന് പറയുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തേടിയ കാര്യം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്കതിനെ ഉപകാരപ്രദമാക്കി മാറ്റാൻ പറ്റും. അതിനുള്ള നിർദ്ദേശം അള്ളാഹു റസൂൽ ഈ ഹദീസുകൾ നമുക്ക് തന്നു. എന്നാൽ ലൗ അങ്ങനെ ആയിരുന്നുവെങ്കിൽ, ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് പറയാൻ പാടില്ല എന്നും നബി തങ്ങൾ പറഞ്ഞു. വഅഖ്ബറഹു അന്നഹാ തഫ്തഹു അമല ശൈത്വാൻ, അത് പിശാചിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും നബി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു. ലിമാ ഫീഹാ മിന തഅസ്സുഫി അലാ മാ ഫാത വത്തഹസ്സുരി വൽ ഹുസ്നി വലൗമിൽ ഖദ്രി ഫയസിബു ബിദാലിക, കാരണം അതിലവന് വിഷമവും ഖേദവും ഒക്കെ ഉണ്ടാകും. അതോടൊപ്പം അവൻ ഖദറിനെ ആക്ഷേപിക്കും, അതുവഴി അവൻ കുറ്റക്കാരനായി മാറുകയും ചെയ്യും. വദാലിക മിൻ അമലി ശൈത്വാൻ, അത് അവിടുത്തെ ശൈത്വാന്റെ പ്രവർത്തനമാണ്. വലൈസ ഹാദാ ലിമുജറദി ലഫ്ദി ലൗ എന്ന വാക്കുകൊണ്ട് മാത്രമല്ല പിശാചിന് അമൽ ആരംഭിക്കുന്നത്. അങ്ങനെയല്ല, അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് പറയുമ്പോഴേക്ക് ശൈത്താൻ കയറുന്നുള്ളതല്ല. ആ പ്രയോഗം വരാൻ കാരണം എന്താണ്? അവനുള്ള നിരാശയും കുറ്റപ്പെടുത്തലും ആക്ഷേപം ഒക്കെയാണ്. അഥവാ റബ്ബിന്റെ ഖദറിൽ അവൻ തൃപ്തിപ്പെടുന്നില്ല എന്നൊരു വശം അതിലുണ്ട്. റബ്ബിന്റെ ഖദറിനെ ആണ് ഒരർത്ഥത്തിൽ അവൻ ആക്ഷേപിക്കും. കഴിഞ്ഞ നീ പറഞ്ഞല്ലോ, ഞാൻ ആക്ഷേപിക്കുന്ന അള്ളാഹുവിനെയാണ്, കാരണം ഇതിന്റെ ഫായില് റബ്ബാണ്. അപ്പൊ റബ്ബിനെയാണ് അവൻ ആക്ഷേപിക്കുന്നത്. അത് അവൻ ചെയ്ത് കിട്ടിയാൽ ശൈത്താന് സന്തോഷമായി, അതുവഴി ശൈത്താൻ പിന്നെ അവനിലേക്ക് കയറിക്കൂടും. അല്ലാതെ ലൗ എന്ന വാക്കോട് മാത്രം പിശാച് അവിടെ പ്രവർത്തിക്കും എന്നല്ല, അതിന് പിന്നിലുള്ള ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് പിശാചിന്റെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കും എന്ന് നബി ഞങ്ങൾ പറഞ്ഞത്. ബല്ലിമാ ഖാറനഹ മിൻ ഉമൂരിൽ ഖായിമത്തി ബിഖൽബിഹി, ഇതുമായി യോജിച്ചു വരുന്ന അവന്റെ കൽബിലുള്ള ചില പ്രവർത്തനങ്ങളാണ് ഇത് കാരണം. ലൗ എന്ന വാക്ക് നാവോട് പറയുമ്പോൾ അത് പറയാൻ പ്രേരകമായി കൽബിൽ ചില അവസ്ഥകൾ ഉണ്ടാവും. അൽ മുനാഫിയത്തിൽ കമാദൽ ഈമാൻ, ഈമാന്റെ പൂർണ്ണതയ്ക്ക് നിരക്കാത്ത ചില തോന്നലുകൾ അവന്റെ മനസ്സിൽ ഉണ്ടാകും. അൽ ഫാത്തിഹത്തിലെ അമൽ ശൈത്വാൻ, പിശാചിന്റെ അമലിന് തുടക്കം കുറിക്കുന്ന ഈമാന്റെ കമാലിയത്തിന് ഭംഗം വരുത്തുന്ന ചില കാര്യങ്ങൾ അവന്റെ കൽബിലുണ്ടാകും. അതുള്ളതിനാലാണ് അവൻ ലൗ പറഞ്ഞത്. അതുകൊണ്ടാണ് നബി നിങ്ങൾ പറഞ്ഞത് ലൗ എന്നുള്ളത് ശൈത്താന്റെ അമൽ തുടക്കം കുറിക്കും എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഫൈൻ ഖീല, അപ്പോൾ സംശയം ഉണ്ടാവാം, നബിയും സ്വഹാബിയുടെ എവിടെയും ജീവിതത്തിൽ അങ്ങനെ ലൗ എന്ന് പറഞ്ഞിട്ടില്ലേ, അങ്ങനെ പറഞ്ഞ സംഭവങ്ങളുണ്ട്, ഞാൻ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ ചെയ്യൂലായിരുന്നു എന്നൊക്കെ നബി തങ്ങൾ പറഞ്ഞ സംഭവം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതും ഇതും കൂടി എങ്ങനെ യോജിക്കും എന്ന് സംശയം ഉണ്ടാകാം. അതാണ് ഫൈൻ ഖീല, ചോദിക്കപ്പെട്ടാൽ. അർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖാല ഹാദിഹിൽ കലിമ, നബി തങ്ങൾ തന്നെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. എപ്പോൾ? ഹീനമാ അമറ അസ്ഹാബഹു ബിഫസ്ഖിൽ ഹജ്ജ് ഇലൽ ഉംറ, നബി തങ്ങൾ ഹജ്ജിനായി വന്നു, പിന്നെ ഖുറൈശികൾ തടഞ്ഞു, ഹജ്ജ് ചെയ്യാൻ സമ്മതിച്ചില്ല. അവസാനം നബി തങ്ങൾ അവിടെ വെച്ച് അവരുമായി കരാറായി തിരിച്ചു പോകാൻ തീരുമാനിച്ചല്ലോ, ഹുദൈബിയ സന്ധി. അവിടെ വെച്ച് കരാറാക്കിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, ശരി പോകാം, അടുത്ത കൊല്ലം ഹജ്ജിന് വരാം, ഇത് ഉംറയാക്കി മാറ്റാം, ഹജ്ജ് ചെയ്യുന്നില്ല, ഇത് ഉംറയാക്കി മാറ്റാം എന്ന് പറഞ്ഞു. വലം യഫ്സഖ് ഹുവ ലിഅന്നഹു സാഖൽ ഹദിയ, നബി തങ്ങളാവട്ടെ അത് ക്യാൻസൽ ചെയ്തുമില്ല, കാരണം നബി ബലിമൃഗത്തെ കൂടി കൊണ്ടുവന്നിരുന്നു. ഹജ്ജിൽ അടക്കാനുള്ള ബലിമൃഗത്തെ നബി കൂടെ കരുതിയിരുന്നു. അതുകൊണ്ട് നബി ആ കാര്യം പറയുകയും ചെയ്തു. അപ്പൊ അവിടെ നബി പറഞ്ഞല്ലോ, എന്ത് പറഞ്ഞു? നബി തങ്ങൾ പറഞ്ഞു, ഞാൻ പിന്നീട് മനസ്സിലായ കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഞാൻ ബലിമൃഗത്തെ കൊണ്ടുവരുമായിരുന്നില്ല എന്ന് നബിയോട് പറഞ്ഞു. അപ്പൊ ബലിമൃഗം കൊണ്ടുവന്നു, ഹജ്ജിൽ അടക്കാനുള്ള ഹദിയായിട്ട് അടക്കാനുള്ള ബലിമൃഗത്തെ കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയുമായിരുന്നുവെങ്കിൽ ഞാൻ മൃഗത്തെ കൊണ്ടുവരുമായിരുന്നില്ല എന്ന് നബി തങ്ങൾ സ്വഹാബത്തോട് പറയുകയും ചെയ്തു. അപ്പൊ അവിടെ നബി ഉപയോഗിച്ച വാക്കെന്താണ്? ലവിസ്തഖബൽതു മിൻ അംരി. അപ്പൊ നബി ഇത് പറഞ്ഞില്ലേ, മറ്റേ ഹദീസിലോ ലൗ എന്ന് പറയാൻ പാടില്ല എന്നും പറഞ്ഞു എന്ന് ചോദിക്കപ്പെട്ടാൽ അയാളുടെ മറുപടിയാണ്, അത് ഈ പ്രയോഗം ഖബറുൻ അൻ മുസ്തഖ്ബിലിൻ, അതൊരു ഭാവിയെ പറ്റിയുള്ള ഒരു അറിയിക്കൽ മാത്രമാണ്. നഷ്ടപ്പെട്ടു പോയതിലെ വേദനയോ സങ്കടമോ കുറ്റപ്പെടുത്തലോ അല്ല.
ലാ ഇഅ്തിറാല ഫിഹ ലാ ഖദർ, അത് ഖദറിനെ ആക്ഷേപിക്കാതില്ല. നമ്മള് അങ്ങനെയാണെങ്കിൽ ഞാൻ വരൂലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോ അവിടെ ഇല്ല, ആദ്യം പറഞ്ഞെങ്കിൽ ഞാൻ വരൂലായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമില്ല. അതൊരു കാര്യം ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യൂല എന്നുള്ള അറിയിക്കൽ മാത്രമേ അവിടെ ഉള്ളൂ. അല്ലാതെ ചെയ്തതിന്റെ പേര് ഖേദമോ കുറ്റപ്പെടുത്തലോ പഴിക്കലോ ഒന്നും അതിൽ ഇല്ല. ബൽ ഹുവ ഇഖ്ബാറുൻ ലിഅസ്ഹാബിഹി, സ്വഹാബിനെ അറിയിച്ചത് മാത്രമാണ്. അന്നഹു ലൗ ഇസ്തഖ്ബലൽ ഇഹ്റാമ ബിൽ ഹജ്ജ് മാ സാഖൽ ഹദിയ വല അഹ്റമ ബിൽ ഉംറതി. ഈ കാര്യം ഹജ്ജിന്റെ ഇഹ്റാമിന്റെ കാര്യത്തിൽ ഇപ്പൊ സംഭവിച്ചത് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ബലിമൃഗം കൊണ്ടുവരുമായിരുന്നില്ല. വല അഹ്റമ ബിൽ ഉംറ, ഞാൻ ഉംറക്ക് ഇഹ്റാം ചെയ്ത് വരുമായിരുന്നു എന്നാണ് അപ്പറഞ്ഞതിന് അർത്ഥം. ഖാല ദാലിക ലഹും, അത് പറഞ്ഞതെപ്പോഴാണ്? ലമ്മ അമറഹും ബിഫസ്ഖിൽ ഹജ്ജ് ഇലൽ ഉംറ, ഹജ്ജ് മാറ്റി ഉംറയിലേക്ക് മാറാൻ നബി തങ്ങൾ അവിടെ നിർദ്ദേശിച്ചപ്പോഴാണ്. ഹസ്സൻ വതത്യീബൻ ലിഖുലൂബിഹിം ലമ്മാ റആഹും തവഖഫു ഫി അംരിഹി, നബി അവരോട് പറഞ്ഞപ്പോ ആരും അവര് തയ്യാറായില്ല. അവർക്കൊക്കെ പ്രയാസം. നമ്മളിങ്ങനെ മുതൽ എന്തിനാ നമ്മൾ ഓർക്ക് ഇങ്ങനെ താന്നു കൊടുക്കണത്, എന്താ നമ്മക്കാണ്ട് ആണ് പൊയ്ക്കുള്ള മക്കത്തേക്ക് എന്നോട് വെച്ച് കാണാലോ എന്നൊക്കെ ഉണ്ടായിരുന്നു പലർക്കും, സഹാബിയൊക്കെ. അപ്പോഴാണ് നബി ഉമ്മു സലമ അവരോട് പറഞ്ഞൊക്കെ ഒരു സമ്മതിക്കണില്ല, എന്താ കാട്ടിച്ചപ്പോ നിങ്ങൾ മുമ്പ് ഇറങ്ങി അപ്പോൾ ചെയ്യും, അങ്ങനെയാണ് ഇറങ്ങണമൊക്കെ. അപ്പൊ അവരെ മനസ്സിൽ സമാധാനം കിട്ടാൻ വേണ്ടി നബി പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ മൃഗത്തെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മൃഗം കൊണ്ടുവരുന്നല്ലോ, ഇത് നമ്മളിപ്പോ ഇവിടെ എപ്പോഴും അറിഞ്ഞ കാര്യമില്ലേ. അപ്പൊ അവർക്ക് സമാധാനം. അല്ലെ നബി ഇതെല്ലാം അറിഞ്ഞിട്ട് നബി നമ്മളെ കബളിപ്പിച്ചു തോന്നണ്ട. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയുമായിരുന്നുവെങ്കിൽ ഞാൻ ബലിമൃഗവുമായി വരില്ലായിരുന്നു, ഞാൻ ഉംറക്ക് ഇഹ്റാം ചെയ്തിട്ടേ വരുള്ളൂ. അപ്പൊ ഇതൊക്കെ സംഭവിക്കൂല, നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണല്ലോ മദീനത്ത് പോകുന്നത്. ഇത് അവരോട് പറഞ്ഞ അവരെ മനസ്സിന് ഒരു സമാധാനം നൽകൽ മാത്രമേ നബിക്ക് അവിടെ ഉദ്ദേശമുള്ളൂ. ഫലൈസ ഹാദാ മിൻ മൻഹി അൻഹു, ഇത് വിലക്കപ്പെട്ട കാര്യമല്ല, ഇത് വിലക്കപ്പെട്ട കാര്യമല്ല. ബൽ ഹുവ ഇഖ്ബാറുൻ ലഹും, അത് അവർക്ക് അറിയിപ്പ് മാത്രമാണ്. അമ്മാ കാന യഫ്അലു ഫിൽ മുസ്തഖബിൽ ഹസൻ, ഇനി ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കൊടുക്കുക മാത്രമാണ് അതിലുള്ളത്. വലാ ഖിലാഫ ഫി ജവാസി ദാലിക, അതൊക്കെ ജായിസ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ആയിഷ ബീവി പറഞ്ഞല്ലോ, ഞാൻ പിന്നീട് അറിഞ്ഞ കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ നബിയുടെ മയ്യത്ത് ഭാര്യമാരല്ലാതെ കുളിപ്പിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞു. ഇതേപോലെ പ്രയോഗമാണ്, ഇതേ വാക്കവിടെ പിന്നീട് മനസ്സിലാക്കിയ കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നബിയെ ഭാര്യമാരല്ലാതെ കുളിപ്പിക്കുമായിരുന്നില്ല. അഥവാ ഭർത്താവിന്റെ മയ്യത്ത് ഭാര്യക്കും ഭാര്യന്റെ മയ്യത്ത് ഭർത്താവിനും കുളിപ്പിക്കാം എന്നത് ആയിഷ ബീവിക്ക് അപ്പോ അറിയില്ല, അല്ലെങ്കിൽ ധാരണ ഇതില്ല. അതുകൊണ്ട് അലിയും ഫദ്ൽ ഇബ്നു അബ്ബാസും നബിയെ കുളിപ്പിച്ചു. പിന്നെ ഇത് മനസ്സിലാക്കിയപ്പോഴാണ് ഇത് ഞാൻ നേരത്തെ അറിഞ്ഞേക്കണമെങ്കിൽ ഞാൻ കുളിപ്പിച്ചിരുന്നല്ലോ, ഇത് അറിയുമായിരുന്നുവെങ്കിൽ എനിക്ക് കുളിപ്പിക്കാമായിരുന്നു നബിയെ എന്ന പോലത്തെ പ്രയോഗമാണ് ഇവിടെയും ഉള്ളത്. അല്ലാതെ കഴിഞ്ഞു പോയതിൽ കുറ്റപ്പെടുത്തലോ ആക്ഷേപിക്കലോ റബ്ബിനെ കലാഖദറിനെ ചോദ്യം ചെയ്യലൊന്നും ഇതിവിടെ വരുന്നില്ല. അപ്പൊ വിലക്കപ്പെട്ടത് വേറെയാണ്, ഈ പറഞ്ഞത് വേറെയാണ്. വഇന്നമാ യുൻഹാ അൻ ദാലിക ഫീ മുആറത്തിൽ ഖദരി, ഖദറിനെ എതിർക്കുന്ന രൂപത്തിൽ വരുമ്പോഴാണ് ഇവിടെ വിലക്കപ്പെടുന്നത് ഉണ്ടാകുന്നത്. വല്ലാഹു അഅലം. ഫഹാദൽ ഹദീസ് അല്ലദീ റവാഹു അബൂ ഹുറൈറ, അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ലാ യസ്തഗ്നി അൻഹുൽ അബ്ദു, ഒരു അടിമക്കൊരിക്കലും ഒഴിവാക്കാൻ വകുപ്പില്ലാത്ത കാര്യമാണ് നേരത്തെ പറഞ്ഞ ഹദീസ്. ഇത് ഇങ്ങനെ പറയാൻ പാടില്ല എന്നല്ലോ, അത് നമുക്കൊരിക്കലും ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റില്ല. വഹു യതളമ്മനു ഇസ്ബാത്തുൽ ഖദരി വഇസ്ബാത്തുൽ കസ്ബി വൽ ഖിയാമ ബിൽ ഉബൂദിയ്യ, അതിന് 3 കാര്യവുമുണ്ട്. ഒന്ന് ഖദർ സ്ഥിരപ്പെടുത്തലുണ്ട്, എന്നാൽ നമ്മൾ കൽപ്പിക്കപ്പെട്ട കാര്യം പ്രാവർത്തികമാക്കണം എന്നതും അതിലുണ്ട്. റബ്ബിന് പൂർണ്ണമായും കീഴ്പ്പെടണം, വിജയപ്പെടണം എന്നതും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഖാല ശൈഖു ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഫീ മഅന ഹാദൽ ഹദീസ്, ആ ഹദീസിന്റെ അർത്ഥത്തിൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, ലാ തഅജിസ് അൻ മഅ്മൂരിൻ, കൽപ്പിക്കപ്പെട്ട ഒരു കാര്യം ചെയ്യാതെ നീ പിറകോട്ട് പോകേണ്ടതില്ല. വലാ തജ്സഅ അൻ മിൻ മഖ്ദൂരിൻ, ഖദറാക്കപ്പെട്ട കാര്യത്തിൽ നീ അക്ഷമ കാണിക്കുകയും വേണ്ട. അതാണ് ഹദീസിന്റെ ആശയം. എന്നോട് ചെയ്യാൻ കൽപ്പിച്ച കാര്യം അത് ചെയ്തൊരു കാര്യമില്ല, അതെന്താ നടക്കൂല, അത് വേണ്ട, അതിന് ചെയ്തോ. ചെയ്തിട്ടൊരു കാര്യം കിട്ടിയില്ലെങ്കിലോ അതിലോട്ട് നീ പൊറുതികേട് കാണിക്കുകയും വേണ്ട. അപ്പൊ അള്ളാന്റെ ഖദറിൽ അക്ഷമ വേണ്ട, അത് വിചാരിച്ച് ചെയ്യാൻ പറഞ്ഞ കാര്യോട്ട് ചെയ്യാതൊക്കെയും വേണ്ട എന്നാണ് ഈ ഹദീസിന്റെ അധ്യാപനമെന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുകയും ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി അതിന് മറുവശമാണ് അസ്സബ്ർ വമൻസലത്തു ഫിൽ അഖീദ പറഞ്ഞല്ലോ. അപ്പൊ നേരത്തെ പറഞ്ഞു ക്ഷമയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ 90 സ്ഥലത്ത് ക്ഷമയെ പരാമർശിച്ചിട്ടുണ്ട് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുന്നു.
വഫിൽ ഹദീസ് സ്വഹീഹി, സ്വഹീഹ ഹദീസിൽ വന്നിട്ടുമുണ്ട് അസ്സബ്റു ളിയാഉൻ, ക്ഷമ ഒരു പ്രകാശമാകുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുമുണ്ട്. റവാഹു അഹ്മദ് വ മുസ്ലിം, ഇമാം അഹ്മദും ഇമാം മുസ്ലിമുമാണ് ഹദീസ് റിപ്പോർട്ട്. അപ്പൊ വിശുദ്ധ ഖുർആനിൽ 90 സ്ഥലത്ത് ക്ഷമയെ പറ്റി പറഞ്ഞു. ഹദീസിൽ വ്യത്യസ്തമായ പദപ്രയോഗങ്ങൾ വന്നു. അതിൽ ഒന്നാണ് അസ്സബ്റു ളിയാഉൻ, ക്ഷമ വെളിച്ചമാണ്, പ്രകാശമാണ്. ഖാല ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് പറഞ്ഞു, വജദനാ ഖൈറ ഐശിനാ ബിസ്സബ്ർ, ഞങ്ങളുടെ ജീവിതത്തെ എല്ലാ ഖൈറും ഞങ്ങൾ കണ്ടെത്തിയത് ക്ഷമ കൊണ്ടാകുന്നു. ക്ഷമിക്കാൻ പഠിച്ചപ്പോ പിന്നെ എനിക്കൊരു പ്രശ്നമില്ല. ക്ഷമ പഠിഞ്ഞപ്പോ എല്ലാം ഖൈറായി മാറി. റവാഹുൽ ബുഖാരിയു. വഖാല അലി റളിയല്ലാഹു അൻഹു, ഇന്ന അസ്സബ്റ മിനൽ ഈമാനി ബിമൻസിലത്തി അർറഅസ് മിനൽ ജസദി, ഈമാനിൽ ക്ഷമക്കുള്ള സ്ഥാനം ശരീരത്തിൽ തലയുടെ സ്ഥാനമാകുന്നു. തല പോയാൽ പിന്നെ ശരീരം കൊണ്ട് കാര്യമില്ലല്ലോ എന്ന പോലെയാണ് ഈമാനിൽ ക്ഷമ. ക്ഷമ പോയാൽ പിന്നെ അവിടെ ഈമാനും അതോടി പോകുന്നർത്ഥം. തലയുടെ സ്ഥാനമാണ് ഈമാനിൽ ക്ഷമക്കുള്ളത്. സുമ്മ റഫഅ സൗതഹു, എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് ശബ്ദമുയർത്തി. വഖാൽ, എന്നിട്ട് ഇതും കൂടി പറഞ്ഞു, അലാ അറിയണേ, ഇന്നഹു ലാ ഈമാന ലിമൻ ലാ സബ്റ ലഹ്, ക്ഷമയില്ലാത്തവന് ഈമാനില്ല. കാരണം തലയില്ലാത്തവന് പിന്നെ ജീവിതമില്ലല്ലോ എന്നതുപോലെ തലയുടെ സ്ഥാനമാണ് ഈമാനിൽ ക്ഷമക്കുള്ളത്. എന്നിട്ട് ഉറക്കെ പറഞ്ഞു, അറിയണേ, ക്ഷമ ഇല്ലെങ്കിൽ അവന് ഈമാനില്ല. റവാഹുൽ ബുഖാരി മുസ്ലിം മർഫൂഅൻ, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു മർഫൂഅൻ, നബിയിലേക്ക് ചേർത്തിക്കൊണ്ട്, അഥവാ നബി പറഞ്ഞതായിട്ട്, മാ ഉഅതി അഹദുൻ അതാഅൻ ഖൈറൻ വഔസഅ മിനസ് സബ്ർ, ഒരാൾക്ക് ക്ഷമയേക്കാളും ഖൈറായ, അതിനേക്കാൾ വിശാലമായ ഒരു ദാനവും നൽകപ്പെട്ടിട്ടില്ല. ഒരാൾ കിട്ടിയ നിഅമത്തുകളിൽ, കിട്ടിയ ഖൈറുകളിൽ ഏറ്റവും വലിയ ഖൈറ് ക്ഷമയാകുന്നു എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെന്ന് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. അതുണ്ടല്ലോ, അത് രണ്ടിലും നിബന്ധനകൾ വ്യത്യാസമുണ്ട്. സ്വഹീഹ് ബുഖാരിക്ക് ഇമാം ബുഖാരി വെച്ച നിബന്ധനയും മുസ്തദ് അഹ്മദിന് ഇമാം അഹ്മദ് വെച്ച നിബന്ധനയും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ആ വ്യത്യാസമാണ്. സ്വഹീഹ് ബുഖാരി ചെക്ക് ചെയ്ത ആൾ ഇമാം അഹ്മദാണ്. സ്വഹീഹ് ബുഖാരി എല്ലാ പണിയും കഴിഞ്ഞിട്ട് പരിശോധന കൊടുത്തത് ഇമാം അഹ്മദിനാണ്. ഇമാം അഹ്മദ് അംഗീകരിച്ചിട്ടാണ് ഇമാം ബുഖാരി അത് സമൂഹത്തിലേക്ക് കൈമാറുന്നത് തന്നെ. ആ ഇമാം ബുഖാരി, സ്വഹീഹ് ബുഖാരിക്കുള്ള സ്ഥാനം ഇമാം ബുഖാരി വേറെ കിതാബിനുണ്ടോ? ഇല്ലല്ലോ. അഹ്മദ് മാത്രമല്ല, ഇമാം ബുഖാരിക്ക് വേറെ കിതാബില്ലേ, അതിലൊന്നും ഈ സ്ഥാനമില്ല. ഈ കിതാബ് ഇമാം ബുഖാരി വെച്ച നിബന്ധനകൾ മറ്റൊരു കിതാബിലും ആരും വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് അതിന്റെ സ്ഥാനം ഉണ്ടായത്, അല്ലാതെ ഇമാം അഹ്മദ് മോശമായതുകൊണ്ടല്ല. സബർ എന്നത് മുസ്തഖ് മിൻ സബറ, സബറ എന്ന പദവുമായി ബന്ധമുള്ള പദമാണ് സബർ. അറബിയിൽ സബറ എന്ന് പറഞ്ഞപ്പോൾ ഇദാ ഹുബിസ വ മുനിഅ, ഒരു കാര്യം തടഞ്ഞു വെക്കപ്പെട്ടാൽ അതിന് അറബിയിൽ സബറ എന്നാ പറയാം. ഒരു സംഗതിയാണ്ട് പോകാൻ സമ്മതിക്കാതെ അവിടെ തടുത്തെത്തിയാൽ അതിന് ഭാഷാപരമായി സബറ, തടഞ്ഞു വെച്ചു എന്നർത്ഥമുണ്ട്. അതിൽ നിന്നാണ് ക്ഷമ എന്നതിന് പിന്നെ ആ വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ സബർ എന്ന വാക്കിന്റെ നേരെ അടിസ്ഥാന അർത്ഥം ക്ഷമ എന്നല്ല, അതിന്റെ ഒറിജിനൽ അർത്ഥം തടുത്തു വെക്കുക എന്നാണ്. പിന്നെ ആ സ്വഭാവം ക്ഷമയിൽ ഉള്ളത് കൊണ്ട് ക്ഷമക്ക് ആ വാക്ക് ഉപയോഗിച്ചതാണ്. ക്ഷമയിൽ എന്താ ഉണ്ടാവുക? തടുത്തു വെക്കുക. എന്താ അടുത്ത് വെക്കല്? എല്ലാം കൽബിനെ തടുക്കും, നാവിനെ തടുക്കും, കയ്യിനെ തടുക്കും, എല്ലാത്തിനും തടുത്തു വെച്ചെങ്കിലും ക്ഷമിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ക്ഷമയിലാണ് തടഞ്ഞു വെക്കാൻ ഏറ്റവും അധികം ഉള്ളത്. അത് പരിഗണിച്ചുകൊണ്ടാണ് ക്ഷമ എന്ന അർത്ഥത്തിൽ പിന്നെ സബർ എന്ന വാക്ക് ഉപയോഗിച്ചത്. അപ്പൊ അറബി ഭാഷയിൽ സബർ എന്ന വാക്കിന്റെ അടിസ്ഥാന അർത്ഥം ക്ഷമ എന്നല്ല. സ്വാദ്, ഇത് മൂന്നും ചേരുന്ന വാക്കിന് അടിസ്ഥാന അർത്ഥം തടഞ്ഞു വെക്കുക, ഹബസ എന്നൊക്കെയാണ്. തടുത്തു വെക്കുക, തടഞ്ഞു വെക്കുക, തടയുക എന്നൊക്കെ അർത്ഥം. ഫഹുവ, സബർ എന്ന് പറഞ്ഞാൽ ഹബ്സുൻ നഫ്സി, നഫ്സിനെ തടഞ്ഞു വെക്കലാണ്. അനിൽ ജസഇ, പൊറുതികേടിൽ നിന്ന്, അക്ഷമയിൽ നിന്ന് നഫ്സിനെ തടഞ്ഞു വെക്കലാണല്ലോ. അതുകൊണ്ടാണ് സബർ എന്ന് ഉപയോഗിച്ചത്. വഹബ്സുൽ ലിസാനി, അതോടൊപ്പം നാവിനെ തടഞ്ഞു വെക്കലുമാണ്. അനി തശക്കി വത്തസഖുതി, പരാതി പറയുന്നതിൽ നിന്നും ദേഷ്യം പ്രകടിപ്പിക്കുന്നതിൽ നിന്നൊക്കെ നാവിനെയും തടഞ്ഞു വെക്കലാണ്. വഹബ്സുൽ ജവാരിഹി, അവയവങ്ങളെ തടഞ്ഞു വെക്കലുമാണ്. അൻ ലത്മിൽ ഖുദൂദി,
വശക്കിൽ ജുയൂബി, കവളത്തടിക്കുക, മാറി പുലർത്തുക എന്നതിനൊക്കെ അവയവങ്ങളെ തടഞ്ഞു വെക്കലുമാണ്. ക്ഷമയില്ലെങ്കിലോ ആകെ വാരി വലിച്ച് നെഞ്ഞത്തടിച്ച് കുപ്പായം വലിച്ചു കീറി മുടിയിട്ടടിച്ച് ഇതൊക്കെ ആകെ ചെയ്യുന്നത് ക്ഷമയില്ലാത്തോണ്ട്. ക്ഷമ ഉണ്ടാകുമ്പോൾ കയ്യിനെ തടഞ്ഞു വെക്കുന്നു, നാവിനെ തടഞ്ഞു വെക്കുന്നു, അവന്റെ കൽബിനെ തടഞ്ഞു വെക്കുന്നു. അപ്പൊ ആ തടഞ്ഞു വെക്കുക എന്ന സ്വഭാവം ക്ഷമ എന്നതിലുണ്ട്. അതുകൊണ്ടാണ് ക്ഷമക്ക് സബർ എന്ന പദം പിന്നീട് ഉപയോഗിക്കപ്പെട്ടത്. വഹുവ സലാസത്തു അൻവാഇൻ, സബർ 3 ഇനങ്ങളാണ്, 3 തരം ക്ഷമയുണ്ട്. സബറുൻ അലാ ഫിഅലി മാ അമറല്ലാഹു ബിഹി, ഒന്ന് അള്ളാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കാനുള്ള ക്ഷമ. 5 നേരം കൃത്യമായി നിസ്കരിക്കണമെങ്കിൽ ക്ഷമ വേണം, നോമ്പ് വയ്ക്കണമെങ്കിൽ ക്ഷമ വേണം, ക്ലാസ്സിൽ വന്നിരിക്കണമെങ്കിൽ ക്ഷമ വേണം. അല്ല കൽപ്പിച്ച് അല്ല പ്രോത്സാഹിപ്പിച്ച് എന്തെല്ലാം ഉണ്ടോ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ അതിൽ ഒരു ക്ഷമ ആവശ്യമുണ്ട്. 2 വസബറുൻ അലാ തർക്കി മാ നഹല്ലാഹു അൻഹു, അല്ല വിരോധിച്ചത് ഒഴിവാക്കാനും ക്ഷമ വേണം. പല ഹറാം ഇങ്ങനെ മുമ്പിൽ വരുമ്പോൾ അത് വേണ്ട, അത് ഒഴിവാക്കണമെങ്കിൽ മദ്യപാനം, ലഹരി, വ്യഭിചാരം, പലിശ, കൈക്കൂലി, കൊള്ളലാഭം തുടങ്ങി പലതും വേണ്ട വെക്കണമെങ്കിൽ നല്ല ക്ഷമ ആവശ്യമുണ്ട്. 3 വസബറുൻ അലാ മാ ഖദ്ദറഹുല്ലാഹു മിൻ മസ്വാഇബി, അള്ളാഹു നിശ്ചയിച്ച മുസീബത്തുകൾ അതിലും വേണം അവന് ക്ഷമ. നമുക്ക് എപ്പോഴും അതേ പരിചയമുള്ളൂ. ബുദ്ധിമുട്ട് പ്രയാസം വരുമ്പോൾ സാരമില്ല ക്ഷമിക്കാന്ന് പറയും. അത് മാത്രമല്ല ഇതിലൊക്കെ 3 തരം ക്ഷമയുണ്ട്. ഈ ഓരോ ക്ഷമയും വ്യത്യസ്ത മർത്തബയുമാണ്. ഈ ഓരോന്നിനും ക്ഷമകൾ വ്യത്യസ്ത മർത്തബയുണ്ട്, ഒരേ ലെവലല്ല ക്ഷമയുള്ളത്. പൊറുതികൾ കാണിച്ചിട്ട് ക്ഷമിക്കലുണ്ട്, പൊറുതികൾ കാണിക്കാൻ ക്ഷമിക്കലുണ്ട്, കഴിയാത്തവർ ക്ഷമിക്കലുണ്ട്. ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയൂല, തൽക്കാലം ഞാൻ ക്ഷമിച്ചു പറയും. ക്ഷമിക്കല എന്താ കട്ട, ഒന്നും ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് ക്ഷമിച്ചതാണ്. അതൊരു ക്ഷമ തന്നെയുണ്ട്, പക്ഷെ എത്ര വലിയ ഒന്നുമില്ല, ഒരു ആവലാതി പോലും ഇല്ലാത്ത ക്ഷമ. അതാണ് സബറുൻ ജമീൽ. അല്ലെങ്കിൽ ലാ ശക്വ മഅഹു, ഒരു പരാതി ഒരു മഖ്ലൂഖിനോടും പറയാത്ത ക്ഷമ. പറയാനുള്ള അള്ളാഹുവോട് പറയാ, ബാക്കി മൗനം പറയും. അതാണ് യാക്കൂബ് അലൈഹി സ്വലാം പറഞ്ഞത്, മോൻ നഷ്ടപ്പെട്ടപ്പോഴും സബറുൻ ജമീൽ, സബറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ ഇന്നമാ അശ്കു ബസി വഹുസ്നി ഇലല്ലാഹ്. മക്കളോട് പോലും മക്കളെ എന്ത് പണികൾ കാട്ടിയത് ചോദിച്ചിട്ടില്ല. അത് ചോദിച്ചാൽ സബറുൻ ജമീലല്ല. ഒരാളോട് പൊറുതിയോടെ എൻ്റെ മക്കള് വല്ലാത്ത പണി എന്നോട് കാട്ടിയത്, അത് പറഞ്ഞാൽ സബറുൻ ജമീലല്ല. പിന്നെ അപ്പൊ എന്താ കാട്ട, മക്കളല്ലേ, നമ്മൾ ക്ഷമിക്കുക, വാറപ്പം എന്താ ചെയ്യാത്, സബറാണ്, പക്ഷെ സബറുൻ ജമീലല്ല. അപ്പൊ വ്യത്യസ്ത മർത്തബകൾ സബറിനുണ്ട്. ഖാല അല്ലാഹു തആല പറഞ്ഞു, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, ഏതൊരു മുസീബത്ത് ബാധിക്കുന്നുവെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമല്ലാതെ ഇല്ല, അവന്റെ തീരുമാനപ്രകാരമല്ലാതെ ഇല്ല. ഒമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ്, ബാക്കി എന്താ, ഒമൻ യുഅ്മിൻ ബില്ലാഹ്, ആരാണോ റബ്ബിൽ വിശ്വസിക്കുന്നത്, യഹ്ദി ഖൽബഹു, അവന്റെ ഖൽബിന് അല്ലാഹു ഹിദായത്ത് കൊടുക്കുന്നതാണ്. അപ്പൊ ഇത് പറഞ്ഞിട്ടത് പറഞ്ഞത്, മുസീബത്ത് ബാധിക്കുന്നുവെങ്കിൽ റബ്ബിന് ഇതിനു പ്രകാരമാണ്. ആ ഇതിനേതാണ്, ഇതിന് കൗനി, പ്രാപഞ്ചികമായ ഇതിന്, കാര്യകാരണ ബന്ധം, അതാണ് ഇതിന്. 2 ഇതിനുണ്ടല്ലോ, ഒന്ന് ഇതിനുൻ ശറഈ, ശറഈയായ ഇതിന് അള്ളാഹു അനുവാദം തന്നത്, പഠിച്ചോ സമ്മതം തരിക, അതാണ് ഇതിനുൻ ശറഈ. ഇതിനുൻ കൗനി, പ്രാപഞ്ചികമായ വ്യവസ്ഥകൾ, റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരം. അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടതായിക്കോളുന്നില്ല, പ്രാപഞ്ചിക വ്യവസ്ഥയിൽ അള്ളാഹ് ഇഷ്ടപ്പെട്ടതാവണമെന്നില്ല. മദ്യപിച്ചാൽ ദാഹം മാറും, കാരണം എന്താണ്, അള്ളാഹ് വെച്ച സിസ്റ്റമാണത്. അതിനർത്ഥം മദ്യപിക്കാൻ പറ്റുന്നതാണോ? അല്ല. വ്യഭിചരിച്ചാലും അതിന് റിസൾട്ട് ഉണ്ടാവും, അത് അള്ളാഹ് വെച്ച വ്യവസ്ഥയാണ്. ഒരാൾ കത്തിയോടെ കുത്തിയാൽ പരിക്കേൽക്കും, അയാൾ മരിക്കും, അള്ളാഹ് വെച്ച വ്യവസ്ഥയാണ്. അതാണ് ഇപ്പൊ സിഹ്റിൽ പറഞ്ഞത്, വമാഹും ബിളാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹിന് അത് ഇതിന് പ്രകാരമല്ലാതെ സിഹ്ർ കൊണ്ട് ഉപദ്രവിക്കാൻ കഴിയൂല. അപ്പൊ ചിലര് മനസ്സിലാക്കുന്നത് അത് ഈ ഇതിനാണെന്നാണ്. ചില അങ്ങനെ അർത്ഥം വെക്കുക, അള്ളാഹിന് ഇതിന് പ്രകാരമല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല, അപ്പൊ അള്ളാഹിന് ഇതിനുണ്ടോ സിഹ്ർ ചെയ്യാന്? ഇല്ല, അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അതല്ല, അവിടുത്തെ ഇതിന് പ്രാപഞ്ചിക വ്യവസ്ഥ, അള്ളാഹ് വെച്ച വ്യവസ്ഥ പ്രകാരമല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അത് അമാനി ഒരു വിശദമായിട്ട് അവിടെ ആയത്തിന് വ്യാഖ്യാനത്തിന് രീതിയിൽ കാണാൻ പറ്റും. ഏത് ശറഈ കൗനി നീക്കുന്നത് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, അത് ഖുർആൻ ദിവസം മൊത്തം ഉപയോഗിച്ചത് എടുത്ത് നോക്കുമ്പോൾ ഇത് മനസ്സിലാകുന്നതാണ്. അപ്പൊ രണ്ട് ഐറ്റം ഇതിനും അല്ലാത്ത ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞതും അതേപോലുള്ള പ്രയോഗങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങളാണ്. മശീഅത്ത്, ഇറാദത്ത്, ഇതൊക്കെ ഇറാദത്തുൻ കൗനി, മശീഅത്തുൻ കൗനി ഒക്കെ ഉണ്ടാവും. എന്നാൽ ചിലത് അള്ളാഹ് നമ്മോട് ചെയ്യാൻ പാടില്ല എന്ന് പറയും. പക്ഷെ ചെയ്താലോ
ചെയ്താൽ ആ റിസൾട്ട് ദുനിയാവിലുണ്ടാവും. മോഷ്ടിച്ചാൽ പണം കിട്ടും, അത് വ്യവസ്ഥയാണ്. പക്ഷെ മോഷ്ടിക്കാൻ പാടില്ല. അവ ചെയ്ത ഉപകാരമില്ലേ ഉണ്ട്, ആ ഉപകാരം താൽക്കാലികമാണ്, ദുനിയാവിൽ മാത്രമാണ്, അത് ചെയ്യാൻ പാടില്ല. അതാണ് ശറഈയായി ഇതിനില്ല. ഇപ്പൊ സിഹിർ കൗനിയായി ഇതിനുണ്ട്, ശറഈയായിട്ടോ ഇതിനില്ല, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. കൗനിയായിട്ട് ഇതിനില്ലെങ്കിലോ ചെയ്യാൻ പാടില്ല എന്ന് ആവശ്യമില്ലല്ലോ, ചെയ്തൊരു കാര്യം ഉണ്ടാവില്ലല്ലോ. ചെയ്താലും ഒന്നും സംഭവിക്കില്ല. അപ്പൊ ചെയ്താൽ സംഭവിക്കും, അതുകൊണ്ടാണ് ചെയ്യരുത് പറഞ്ഞത്. അല്ലെങ്കിൽ ചെയ്യരുത് പറഞ്ഞ ആവശ്യമില്ല, കാരണം ചെയ്താൽ പ്രത്യേകിച്ചും സംഭവിക്കാനില്ല. അപ്പൊ അള്ള വെച്ച സിസ്റ്റം അവിടെ ഉണ്ട്, എന്നാൽ അള്ള ഈ സിസ്റ്റങ്ങൾ ഉപയോഗിക്കരുത്. ഇപ്പൊ ഭക്ഷണം, ചില ഭക്ഷണം കഴിക്കാൻ പാടില്ല, അത് കഴിച്ചാൽ വിശപ്പ് മാറൂലേ? വിശപ്പ് മാറും, പക്ഷെ അള്ള പറഞ്ഞു അതുങ്ങൾ ഉപയോഗിക്കരുത്. വേറെ ചില കാലം ഉണ്ടാവും അതിന്. അപ്പൊ ഏതാണ് ഇതിനും കൗനിയും ഇതിനും ശറഈയും, മതപരമായ അനുവാദം, അത് അള്ള അനുവദിച്ച് ഇഷ്ടപ്പെട്ട കാര്യം ഉണ്ടാവുള്ളൂ, അല്ലാത്തുണ്ടാവില്ല. പ്രാപഞ്ചികമായി റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥകൾ അത് അള്ള ഇഷ്ടപ്പെട്ടുണ്ടാവും, ഇഷ്ടപ്പെടാത്തുണ്ടാവും. പിന്നെ എന്തിനാ അള്ളാ വ്യവസ്ഥ വെച്ചത്? അത് വേറെ ചില ഖൈർ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നുണ്ടാവും, അതിൽ വേറെ ചില നന്മകൾ അല്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴോ നമുക്കത് ദോഷം വരാനുണ്ട്. ഇപ്പൊ ചിലതല്ല പറയും തിന്നാൻ പാടില്ല, എന്നാൽ വേറെ ഉപയോഗിക്കാൻ പറ്റും. തിന്നാൽ ചില ദോഷമുണ്ട്, അതല്ലാതെ ഉപയോഗിക്കാം. ചിലർക്ക് പറ്റൂല. ഇപ്പൊ സ്വർണം പുരുഷന്മാർക്ക് പാടില്ല, സ്ത്രീകൾക്ക് പറ്റും. അതിൽ വേറെ ചില ഉദ്ദേശം അല്ലാഹു തആലക്ക് ഉണ്ടാവും. ചിലത് മുൽത്തറായ അവസ്ഥയിൽ പറ്റും. ജീവൻ പോവുകയാണ്, ഞങ്ങൾ ശവം തിന്നോളിയാണ്. ജീവൻ പോകുമ്പോൾ ശവം തിന്നോളി. അപ്പൊ ശവം തിന്നാൻ പാടില്ല പറഞ്ഞ എന്തിനായിരുന്നു? ശരീരത്തിൽ ദോഷം വരും. ഇപ്പൊ തിന്നില്ലെങ്കിലോ അതിലും വലിയ ദോഷം വരും. അപ്പൊ എന്താ വേണ്ട, കഴിച്ചോളി. പക്ഷെ ആദിൻ വലാബാഖിൻ, അത് രണ്ടും വേർതിരിക്കാനുള്ള മാനദണ്ഡമാണ്. ആദിൻ വലാബാഖിൻ വലാ ആദിൻ, ഈ രണ്ട് നിബന്ധനയോടെ കഴിച്ചോളൂ, കുഴപ്പമില്ല. കാരണം അവിടെ കഴിച്ചില്ലെങ്കിൽ അതിലും വലിയ ദോഷം വരാനുണ്ട്. അപ്പൊ ആ ദോഷം തടുക്കാൻ വേണ്ടി ഈ ചെറിയ ദോഷം പ്രാവർത്തികമാക്കാൻ പറഞ്ഞു. ഈ ദോഷം ഇല്ലാത്തപ്പോഴോ വേണ്ട, വെട്ടിമത്തലേക്ക് മൈത്ത, ശവം നിങ്ങൾക്ക് ഹറാമാകുന്നു. ഇത് റബ്ബ് വെച്ചൊരു സിസ്റ്റമാണ്. ഏതായിരുന്നാലും അള്ളാഹു ഒരു മനുഷ്യന് ഏത് മുസീബത്ത് വരുന്നുവെങ്കിലും ഇല്ലാ ബിഇദ്നില്ലാ, റബ്ബിന്റെ ഇതിനു പ്രകാരമാണ്. അത് ഇതിനു കൗനിയാണ്, പ്രാപഞ്ചികമായ വ്യവസ്ഥ പ്രകാരം അള്ള വെച്ച ഒരു വ്യവസ്ഥ പ്രകാരമേ മനുഷ്യന്മാർക്ക് എന്ത് മുസീബത്തും ബാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞ വാക്ക് വമൻ യുഅ്മിൻ ബില്ലാഹ് യഹ്ദി ഖൽബഹ, ആരാണോ റബ്ബിൽ വിശ്വസിക്കുന്നത് അവന്റെ ഖൽബിന് അള്ളാഹ് ഹിദായത്ത് കൊടുക്കും. എന്താ തമ്മിൽ ബന്ധം? ഇത് പറഞ്ഞിട്ട് എന്തിനാ പതിവ് പറഞ്ഞത്? അതാണ് വഖൗലുഹു ഇല്ലാ ബിഇദ്നില്ലാഹ് ഐ ബിഖദ്രിഹി വമശീഅതിഹി, ഇല്ലാ ബിഇദ്നില്ലാഹ് അല്ലാഹുവിന്റെ ഖദർ പ്രകാരമാകുന്നു. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു എന്ന് പറഞ്ഞാൽ ഖാല അൽഖമ, താബിഈ ഇമാം അൽഖമ പറയുന്നു, ഹുവ റജുലു തുസീബുൽ മുസീബ, അതിന്റെ ഉദ്ദേശം ഒരു മനുഷ്യന് മുസീബത്ത് ബാധിക്കുന്നു. ഫയഅലമു അന്നഹാ മിൻ ഇൻദില്ലാഹ്, അവൻ മനസ്സിലാക്കുന്നത് ഇത് റബ്ബിൽ നിന്നാണ്. ഫയർളാ, അവൻ തൃപ്തിപ്പെടുന്നു. വയസ്ലിമു, അവൻ അതിന് കീഴ്പ്പെടുന്നു എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. വമൻ യുഅ്മിൻ ബില്ലാഹ്, മുസീബത്ത് എന്ത് വന്നാലും ഇത് റബ്ബിന്റെ ഖദറിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി അതിലും അവന് തൃപ്തി അടയുക. അതാണ് ഇവിടെ പറഞ്ഞ വമൻ യുഅ്മിൻ ബില്ലാഹ് യഹ്ദി ഖൽബഹു എന്ന് ഇമാം അൽഖമ റഹിമഹുല്ലാഹ് ഈ ആയത്തിന് തഫ്സീർ ചെയ്യുന്നു. വഖാല ഗൈറുഹു, മറ്റുള്ളവർ പറഞ്ഞു ഫീമാൻ ആയ, ഈ ആയത്തിന്റെ അർത്ഥത്തിൽ ഐ മൻ അസ്വാബതു മുസീബ, ഇയാൾക്ക് മുസീബത്ത് ബാധിച്ചു. ഫഅലിമ അന്നഹ ബിഖദ്രില്ലാഹ്, അവൻ മനസ്സിലാക്കിയത് അല്ലാഹുവിന്റെ ഖദർ പ്രകാരമാണ്. ഫസബറ വഹ്തസബ, അവൻ ക്ഷമിച്ചു. വഹ്തസബ, പ്രതിഫലം ആഗ്രഹിച്ചു. വസ്തസ്ലമ ലിഖളാഇല്ലാഹ്, അല്ലാഹുവിന്റെ ഖളാഇന് അവൻ കീഴ്പ്പെട്ടു. എങ്കിൽ ഹദല്ലാഹു ഖൽബഹു, ഒരു ഖൽബിന് അല്ലാഹ് ഹിദായത്ത് നൽകും. വഅവ്വലഹു അമ്മാ ഫാതഹു മിനദ് ദുനിയ, ദുനിയാവിൽ നഷ്ടപ്പെട്ട അല്ലാഹു പകരം നൽകും. എന്ന് നൽകും? ഹുദം ഫീ ഖൽബിഹി വയഖീനൻ സ്വാദിഖ, ഈ നഷ്ടപ്പെട്ടതിന് പകരം ഒരു ഖൽബിൽ അല്ലാഹു തആല ഒരു ഹുദ ഇട്ട് കൊടുക്കും, ഒരു സ്വാദിഖായ യഖീൻ, ഒരു ദൃഢത അല്ലാഹു അവന് കൊടുക്കുകയും ചെയ്യും എന്നാണ് വമൻ യുഅ്മിൻ ബില്ലാഹ് യഹ്ദി ഖൽബഹു എന്ന് പറയാൻ. അപ്പൊ മുസീബത്ത് അല്ലാഹുവിന്റെ ഇതിനു പ്രകാരം, ആ മുസീബത്ത് വരുമ്പോൾ വമൻ യുഅ്മിൻ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഖദർ വരുമ്പോൾ ബോധ്യപ്പെട്ടു, അൽഹംദുലില്ലാഹ് സാരില്ല, റബ്ബ് റദ്ദാണ്, അതിൽ ഖൈറുണ്ടാകും. അത് മനസ്സിലാക്കി അവൻ ക്ഷമിച്ചു, പ്രതിഫലം കാക്ഷിച്ചു. എങ്കിൽ ഹിദായത്ത് വർദ്ധിക്കാൻ അത് കാരണമായി മാറും. ഈ നഷ്ടപ്പെട്ടതിന് പകരം അല്ലാഹു വേറെ കൊടുക്കും. ആ കൊടുക്ക് ദുനിയാവിലാവാം ആഖിറത്തിലാവാം. അതാണ് യഹ്ദി ഖൽബഹു എന്ന് പറഞ്ഞത്. വഖദ് യഖ്ലുഫു അലൈഹി മാ കാന അഖദ മിൻഹു, വഖദ് യുഖ്ലിഫു അലൈഹി മാ കാന അഖദ മിൻഹു,
അവിടെ നിന്ന് അള്ളാഹു എടുത്തതിന് പകരം അള്ളാഹുവിന് കൊടുക്കുകയും ചെയ്യും. വഖാല സഈദ് ഇബ്നു ജുബൈർ, താബിഈയായ സഈദ് ഇബ്നു ജുബൈർ പറയുന്നു, വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു എന്ന് പറഞ്ഞാൽ ഇനി ഉദ്ദേശിക്കുന്നത് യസ്തർജിഉ വയഖൂൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയലാണ് ഉദ്ദേശം. വമൻ യുഅ്മിൻ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ മുസീബത്ത് വരുമ്പോ വമൻ യുഅ്മിൻ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻ പറയട്ടെ എന്ത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇസ്തിർജാ നടത്തുക. അപ്പൊ ഇന്നാ ലില്ലാഹി റാജിഊൻ പറയാം, അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണല്ലോ, അത് പുറത്തെ പഠിച്ചതല്ല. വഫിൽ ആയത്തിൽ കരീമത്തി, ഈ മഹത്തായ ആയത്തിലുണ്ട് ദലീലുൻ, തെളിവുണ്ട്, അലാ അന്നൽ അഅ്മാല മിനൽ ഈമാൻ, അമലുകൾ ഈമാന്റെ ഭാഗമാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് കിട്ടും. മുർജിയാക്കളും ഖദരിയാക്കളൊക്കെ പറഞ്ഞത് ഈ അമല് ഈമാൻ അല്ല എന്നാണ്. ഈമാന് വേറെ, അമല് വേറെ. അമൽ ഈമാന്റെ ഭാഗമല്ല. അതുകൊണ്ട് ഒരു വെച്ചാൽ ഒരാൾക്ക് ഈമാൻ ഉണ്ടോ, ഒരു അമൽ എന്തായാലും ഈമാനെ ബാധിക്കൂല. ഏതുപോലെ കുഫറിന്റെ കൂടെ അമൽ കൊണ്ട് ഉപകാരമില്ലല്ലോ. ഒരാൾ കുഫറിലാണ്, ഓ അമൽ ചെയ്തു, വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്ന പോലെ ഈമാൻ ഉണ്ടോ, ഓൻ പാപം ചെയ്താലും പ്രത്യേകിച്ച് ഈമാനെ ബാധിക്കൂല. അപ്പോൾ സമ്പൂർണ്ണ മുഅ്മിനായി നിൽക്കും. ഒരമലേറ്റ് വ്യത്യാസം ഉണ്ടാകും പറയാം, അമലേറ്റ് വ്യത്യാസമുണ്ട്, ഓൻ തോന്നിവാസിയാണ്, മദ്യപാനിയാളൊക്കെ പറയാം. പക്ഷെ അവിടെ ഈമാൻ പരിപൂർണ ഈമാനാണ്. അതോടെ ഒരു പറഞ്ഞത് സാധാരണ ഒരു മുസ്ലിമും അല്ലാഹുവിന്റെ റസൂലും ഈമാൻ ഒരുപോലെയാണ്, അമലാണ് ഏറ്റവും വ്യത്യാസം. അതെന്നുപോലെ വാദം. ഈമാനിൽ എല്ലാവരും ഒരേ പ്രകാരം, ഈമാൻ ഒറ്റ ലെവലേ ഉള്ളൂ. ഈമാൻ ഉണ്ടോ പിന്നെ എല്ലാവരും മുഅ്മിൻ. അമലിൽ ഏറ്റവും വ്യത്യാസം ഉണ്ടാകും. അഹ്ലുസുന്ന പറഞ്ഞ തിരിച്ചാണ്, ഈമാനിൽ പെട്ടതാണ് അമൽ. കാരണം ചില അമൽ ചെയ്യുമ്പോൾ ഈമാൻ കൂടും, ചില അമൽ ചെയ്യുമ്പോൾ ഈമാൻ കുറയും എന്നൊക്കെ ഖുർആൻ ഹദീസിൽ വന്നു. അപ്പൊ അമലും ഈമാന്റെ ഭാഗം തന്നെ, ഈമാന്റെ പൂർണ്ണതയാണ് അമലുകൾ. അമൽ പാഴായാൽ കാഫിറായി പോകില്ല, പക്ഷേ ഈമാനിൽ കുറവ് വരും എന്നാണ്. അപ്പൊ ഈ ആയത്തിൽ ഇത് കിട്ടുന്നതാണ് ഏത്, അമൽ ഈമാന്റെ ഭാഗമാണ്. കാരണം ഈമാൻ എന്താണ്, ഇല്ല എന്ന് പറയാ, ക്ഷമിക്കുക, പ്രതിഫലം ഇതൊക്കെപ്പെട്ട ഈമാന്. ഒമയുമില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് തഫ്സീർ എന്താണ്, അവൻ ക്ഷമ കൈക്കൊള്ളുക, ഇല്ലാതില്ല എന്ന് പറയുക, ഇത് അവന് അള്ളാഹിന്റെ ഖദറിന്റെ ഭാഗമാണെന്ന് അവന് ബോധ്യപ്പെടുക. അപ്പൊ ഈ അമലിനെ പറ്റി അല്ല എന്ത് പറഞ്ഞത്, ഒമയുമില്ല എന്ന് പറഞ്ഞത്, അതിനർത്ഥം അമൽ ഈമാന്റെ ഭാഗമാണ്. അപ്പൊ അഹ്ലുസുന്നക്ക് അമൽ ഈമാന്റെ ഭാഗമാണെന്ന് പറയാൻ ഈ ആയത്തും തെളിവാണ്. വേറെ ആയത്തുണ്ട്, ഈ ആയത്തും തെളിവാണ്. അതോടൊപ്പം ക്ഷമ എന്നുള്ളത് ഖൽബിന്റെ ഹിദായത്തുള്ള കാരണമാണ് എന്നും ഇതിൽ നിന്ന് കിട്ടി. ഖൽബഹു എന്ന് പറഞ്ഞു. അപ്പൊ ഹിദായത്തിന് കാരണമാണ് സബർ എന്ന് മനസ്സിലായി. എല്ലാ സന്ദർഭത്തിലും ഒരു വിശ്വാസിക്ക് ക്ഷമ ആവശ്യമാണ് എന്നും ഇതിൽ നിന്ന് മനസ്സിലായി. കാരണം എന്താ, ഒരു മുസീബത്ത് ബാധിക്കുന്നുവെങ്കിൽ പിന്നെ ഇതിനു പ്രകാരം എന്ന് പറഞ്ഞിട്ടാണ് ക്ഷമിച്ചാൽ ഹിദായത്ത് കിട്ടും. അപ്പൊ മുസീബത്ത് വരുമ്പോഴും എല്ലാ ഘട്ടത്തിലും ക്ഷമ ആവശ്യമുണ്ട്. ഹിദായത്ത് എപ്പോഴും ആണല്ലോ, ഹിദായത്ത് എപ്പോഴും ആവശ്യമുള്ളതാണ്. ആ ഹിദായത്തിനെ പറ്റി അല്ലെന്ന് പറഞ്ഞു, ആ യുക്മിൻ എന്താണ്, ക്ഷമയാണ്. അപ്പൊ ക്ഷമ എല്ലാ സമയത്തും ആവശ്യമുള്ളതാണ്. സ്വന്തത്തിന്റെ കാര്യത്തിൽ അവൻ ക്ഷമ വേണം. അമാമ അവാമിരില്ലാഹി നവാഹിഹി, അള്ളാഹിന്റെ അമ്രിലും അള്ളാഹിന്റെ നഹികളെയും മുമ്പിൽ ക്ഷമ ആവശ്യമുണ്ട്. അള്ളാഹിന്റെ കൽപ്പന വിരോധങ്ങളെ പ്രാവർത്തികമാക്കുന്നിടത്ത്, അത് സാക്ഷാത്കരിക്കുന്നിടത്ത് അവൻ സ്വന്തത്തോട് ക്ഷമ ആവശ്യമുണ്ട്. ക്ഷമ ആവശ്യമുണ്ട് അള്ളാഹുവിലേക്കുള്ള ദഅവത്തിന്റെ വിഷയത്തിൽ ക്ഷമ വേണം. ദഅവത്ത് നടത്തുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും. അവിടെയും ക്ഷമ ആവശ്യമുണ്ട്. കാലത്ത് ആയാലും അതെ എന്ത് വിളിക്കാം അതിനെ, കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, റബ്ബ് കണക്കാക്കിയതെല്ലാം നമ്മളെ ബാധിക്കുകയില്ല. അത് തന്നെയാണ് ഇതിന്റെ മറ്റൊരു പ്രയോഗമാണത്. കാലത്ത് അല്ലാഹു തആല പറഞ്ഞു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹി അഹ്സൻ. നീ റബ്ബിലേക്ക് ക്ഷണിക്കണം, ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനതി വജാദിൽഹും ബില്ലത്തി ഹി അഹ്സൻ ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ ഇലാ ഖൗലിഹി. അങ്ങനെ അടുത്ത ആയത്ത് കാണാം, വസ്ബിർ വമാ സുബ്റുക ഇല്ലാ ബില്ലാഹ്. അപ്പൊ ഈ ആയത്ത് പറഞ്ഞതാണ് ഉദ്ഉ ഇലാ സബീലി റബ്ബിക, ദഅവത്ത് നടത്താൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ പറഞ്ഞതാണ് വസ്ബിർ, നീ ക്ഷമിക്കണം. അപ്പൊ ദഅവത്തിൽ ക്ഷമ അനിവാര്യമാണ്.
ഫി മൗഖിഫിൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. അതേപോലെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അതിൽ ക്ഷമ ആവശ്യമുണ്ട്. അലാമാ യുലാഖിഹി മിൻ അദന്നാസ്, അവിടെയും ജനങ്ങളെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും. ഖാല തആല അൻ ലുഖ്മാൻ അലൈഹിസ്സലാം യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫ് വൻഹി അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസ്വാബക്. അവിടെ ഇതാ പറഞ്ഞത്, മോനെ നിസ്കാരം നിർവഹിക്കണം, സദാചാരം കൽപ്പിക്കണം, ദുരാചാരം വിലക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ അർത്ഥവാക്കുന്നതാണ് വസ്ബിർ അലാ മാ അസ്വാബക്, നിന്നെ ബാധിക്കുന്ന കാര്യങ്ങളിൽ നീ ക്ഷമിക്കണം. അപ്പൊ നന്മ കൽപ്പിച്ചാൽ തിന്മ വിരോധിച്ചാൽ പലതും ബാധിക്കും, അതിൽ ക്ഷമ ആവശ്യമുണ്ട്. സത്യവിശ്വാസി ക്ഷമ ആവശ്യമുള്ളവനാണ്. അമാമ മുവാജഹത്തി അൽ മസ്വാഇബ, മുസീബത്തുകളെ നേരിടുമ്പോൾ അവിടെയും ക്ഷമ ആവശ്യമുണ്ട്. അല്ലത്തി തജ്രി അലൈഹി, അവന് സംഭവിക്കുന്ന മുസീബത്തുകൾ അതെങ്ങനെ ക്ഷമിക്കുക, അവൻ മനസ്സിലാക്കണം, അറിയണം, അന്നഹാ മിൻ ഇൻദില്ലാഹ്, അത് റബ്ബിന്റെ ഭാഗത്ത് നിന്നാണ്. ഫയല്ലാ, അവൻ തൃപ്തിപ്പെടുന്നു, വയസ്ലിമു വയഹ്ബിസു നഫ്സഹു അൻ ജസ്ഇ, അതിനവൻ വിധേയപ്പെടുന്നു, അക്ഷമയിൽ നിന്ന് അവൻ സ്വന്തത്തെ തടുത്തു നിർത്തുന്നു. വതസഖുതി, ദേഷ്യമുണ്ടാക്കുന്നതിൽ നിന്ന് അവൻ ക്ഷമിക്കുന്നു. അലൈഖി യൽഹറു ലിസാനി വൽ ജവാരിഹി, അതൊക്കെ നാവിലും അവയവങ്ങളിലും പ്രകടമായി വരും. അതൊക്കെ വരുമ്പോൾ അത് തടഞ്ഞു വെക്കുക വഴി അവൻ ക്ഷമിക്കുന്നു. വഹാദാ മിൻ സ്വമീമിൽ അഖീദത്തി, ഇത് അഖീദയുടെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്. ഈമാൻ ബിൽ ഖദരി, കാരണം ഖദറുൽ ഈമാൻ ഹുവ അഹദു അർക്കാനിൽ ഈമാൻ സിത്ത, 6 ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണല്ലോ ഖദറിലെ വിശ്വാസം. അപ്പൊ ആ ഖദറിലെ വിശ്വാസവുമായി ബന്ധമുണ്ട് ക്ഷമക്ക്. ഖദർ പോലെ ബോധ്യമുണ്ടോ സ്വാഭാവിക ക്ഷമ വരും. ഖദർ പോലെ അത്ര ബോധ്യമില്ലേ അവിടെ ക്ഷമ നഷ്ടപ്പെടുകയും ചെയ്യും. വസമറത്തുഹു, ഈ ഈമാൻ ബിൽ ഖദർ അതിന് സമർത്ത് എന്താണ്? അസ്സബ്റു അലൽ മസ്വാഇബി, മുസീബത്തുകൾ ക്ഷമിക്കാതാണ്. എല്ലാം അല്ലാഹുവിന്റെ ഖദാ ഖദർ പ്രകാരമാണ് എന്ന് ഓനോട് ബോധ്യം വന്നാൽ പിന്നെ എന്ത് സംഭവിച്ചാലും ഓനെ സംഭവിച്ച് അക്ഷമ ഉണ്ടാവില്ല, ക്ഷമിക്കാൻ പറ്റും. ഫമൻ ലം യസ്ബിർ അലൽ മസ്വാഇബി, മുസീബത്തുകൾ ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഫഹാദാ ദലീലുൻ അലാ ഫഖ്ദാനി ഹാദാ റുക്നി, ഈ റുക്ന് അവന് ഇല്ല എന്ന് തെളിവാണ്. എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും ഒരാകെ നിരാശപ്പെട്ട് ഭയങ്കര ടെൻഷനായി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് എന്തൊക്കെ കാട്ടിക്കൂട്ടുകയാണെങ്കിൽ അർത്ഥം ഒരു ഖദാ വിശ്വാസം ശരിയായിട്ടില്ല. ഔ ദഅഫിഹി ലദൈഹി, ചുരുങ്ങിയ പക്ഷം അത് ദുർബലമാണ് എന്നെങ്കിലും മനസ്സിലാക്കാം. ഖദാ വിശ്വാസം ഉണ്ട്, പക്ഷെ വേണ്ട പോലെ ആയിട്ടില്ല എന്ന് തെളിവാണത്. വമിൻ സമ്മ സയഖിഫ് അമാമൽ മസ്വാഇബി മൗഖിഫൽ ജസ്ഇ വത്തസഖുതി, അക്കാരണത്താൽ മുസീബത്തുകൾ വരുമ്പോൾ അവൻ അക്ഷമയും അതേപോലെ ദേഷ്യവും ഒക്കെയാണ് അവന് ഉണ്ടാവുക. വഖദ് അഖ്ബറ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന ഹാദാ കുഫ്റുൻ, നബി തങ്ങൾ പറഞ്ഞു ഇത് കുഫ്റാകുന്നു. യഖില്ലു ബിൽ അഖീദത്ത് ഇസ്ലാമിയ്യ, ഇസ്ലാമിക വിശ്വാസത്തെ തകർക്കുന്ന കുഫ്റാണ് ഇത്തരം പ്രവർത്തനങ്ങൾ എന്ന് നബി തങ്ങൾ പറഞ്ഞത് കാണാൻ പറ്റും. വഫീ സ്വഹീഹ് മുസ്ലിമിൻ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി തങ്ങൾ പറഞ്ഞ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, ഇസ്നതാനി ഫിന്നാസ്, 2 കാര്യം ജനങ്ങളുണ്ട്, ഹുമാ ബിഹിം കുഫർ, അത് രണ്ടുമാവട്ടെ അവർക്ക് കുഫ്റാകുന്നു. ഒന്ന് അത്വഅ്നു ഫിൻ നസബി, കുടുംബത്തിനെ പേരിൽ ആക്ഷേപിക്കൽ, വന്നിയാഹത്തു അൽ മയ്യിത്തി, മയ്യിത്തിനെ പേരിൽ ആർത്തട്ടാസിക്കൽ. ഈ 2 കാര്യം ജനങ്ങളുണ്ട്, അത് അവർക്ക് കുഫ്റാകുന്നു. ശരിക്കും വെക്കുന്നത് കുഫ്റാണോ? കുടുംബത്തിനെ പേര് പറഞ്ഞ് ആക്ഷേപിക്കുക, തറവാടിന്റെ പേര് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുക, ഇതൊക്കെ ആയതാ, ഇതൊക്കെ എന്നാ ഇവിടെ വലുതായി, അനിയൻകാരിയിലെ ഇതൊക്കെ പണ്ടെങ്ങനെയായിരുന്നു, ഇത് ജനങ്ങൾ ഒഴിവാക്കും. മറ്റൊരു നബി പറഞ്ഞു ഇത് ജാഹിലിയ്യ കാര്യമാണ്, പക്ഷെ എന്റെ ഉമ്മത്ത് ഒഴിവാക്കുകയില്ല. ജാഹിലിയ്യ സ്വഭാവമാണ്. അറബിയാളെ ഭയങ്കര പണിയത്, അറബിയാൾ 4 ആൾ കൂടിയ പോലെ മെയിൻ പണിയതായിരുന്നു. ഓരോരുത്തരും പറയാം, അവനാലെ വലിപ്പത്തരം പറയാം, എന്റെ വാപ്പ വലിപ്പം അങ്ങനെയാണ്, മറ്റൊരു എങ്ങനെയാണ്, മറ്റൊരു വലുത് പറയാം. അങ്ങനെയാണ് ഓല് പറഞ്ഞ് 2 കുടുംബങ്ങൾ തമ്മിൽ ഭയങ്കര വർത്താനായി. അവസാനം പറഞ്ഞപ്പോ ഓല കുടുംബത്തിൽ കബീര് കഴിഞ്ഞു പോയ ഓരോ വലിയ ആൾക്ക് പറയാം, ഓല ഞങ്ങളുടെ പെട്ടാണ്, ഇപ്പൊ ഞങ്ങൾ കുടുംബക്കാരാണ്, ഓ ഞങ്ങൾ കബീരയാണ്, നിങ്ങളുടെ ആരാ ഉള്ളത്? അപ്പൊ ഓന അതിലും വലുതോട് പറഞ്ഞു, മറ്റോ ഓ ഞങ്ങളുടെ കുടുംബത്തിലല്ലേ. അങ്ങനെ എല്ലാം പറഞ്ഞപ്പോ ഒരു കബീരക്കാരെ കുറച്ച് മേലെ കയറി, മറ്റൊരാളേറെ. അപ്പൊ പോട്ടെ, നമ്മളെന്നാല് പിന്നെ മരിച്ചോലെ നോക്കുക, കഴിഞ്ഞു പോയ തലമുറ നോക്കുക, എപ്പോഴും പോട്. എന്നിട്ട് പിന്നെ പോലെ മരിച്ചോലെ പറ്റായി, ഞങ്ങളെ തറവാട്ടിലെ മറ്റേ അജയ് ഉണ്ടായി, മറ്റേ അജയ് എപ്പോഴാണ് ഭയങ്കര പ്രസാദം കണ്ടു. അത് അല്ലാഹ് ആയത്തിൽ അൽഹാകുമു തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, ആ ആയത്തിൽ ഇങ്ങനെ അവിടെയാണ്, നിങ്ങൾ തകാസുർ പെരുപ്പം കാണിക്കുക, നിങ്ങളെ അശ്രദ്ധയിലാക്കി, ഹത്താ സുർതുമുൽ മഖാബിർ, അപ്പൊ അവസാനപ്പെടുക്കെത്തി പറഞ്ഞ്
ഖബർസ്ഥാനക്ക് എത്തിയിരിക്കുന്നു എന്ന് തഫ്സീറിനുണ്ട്. ജീവിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം മരിച്ചോലും കൂടി പറഞ്ഞിട്ട് വലിപ്പത്തരം കാണിക്കുകയാണ്. അത് അറബികളുടെ സ്വഭാവമായിരുന്നു പഴയ കാലത്ത്, ജാഹിലിയ്യ കാലത്ത്. നബി ഞങ്ങൾ പറഞ്ഞു ഈ കാര്യം എന്റെ ഉമ്മത്തിൽ ഉണ്ടാകും, അവരത് ഒഴിവാക്കുകയില്ല. അതിൽപ്പെട്ട ഒന്നാണ് അത്വാഇനു ഫിൽ അൻസാബ്, കുടുംബത്തിന്റെ പേര് ആക്ഷേപിക്കുക. രണ്ടാൽ ഫഖ്റു ഫിൽ അൻസാബ്, കുടുംബത്തിന്റെ പേരിൽ ദുരഭിമാനം കാണിക്കുക, വലിപ്പത്തരം കാണിക്കുക. അത് രണ്ടും എന്റെ ഉമ്മത്ത് ഒഴിവാക്കൂല. വൻ നിയാഹ, മയ്യത്തിന്റെ പേരിൽ ആർത്ത് കരയുക. ആ ജാഹിലിയ്യ കാലത്ത് വലിയ ഫഖ്റായിരുന്നത്. അത് വസിയത്ത് ചെയ്യും മരിക്കണം. പിന്നെ ഞാൻ മരിച്ചാൽ 8 ദിവസം കരയണം, 10 ദിവസം കരയണം, 15 ദിവസം കണക്ക് വസിയത്ത് എടുക്കലാണ്. അതിനുള്ള പൈസ ഒക്കെ മാറ്റിവെക്കും. അതിനവിടെ കൊട്ടേഷൻ ടീമുണ്ട്, അവിടെ പോയി ഏൽപ്പിച്ചാൽ മതി. കരാർ കൊടുക്കുക, എത്ര ദിവസം കരയണം, എവിടെയൊക്കെ പോകണം എന്ന് പറഞ്ഞെടുത്താൽ മതി, ഒരു പോയിക്കോളും. അയാൾക്ക് വലിയ പേരാണത്. അപ്പൊ ആളുകൾ പറയാവും അയാൾ മരിച്ചിട്ട് 2 ആഴ്ച നാട് മൊത്തം കരഞ്ഞു, അത് വലിയ പേരാണ്. 1 മാസം ഒന്നാകെ കരഞ്ഞു, അത് ഭയങ്കര പേരാണ്. അതിന്റെ പേര് ഒരു കബീലിന്റെ വലിപ്പം കണക്കാക്കി. എങ്ങനെ കല്യാണമൊക്കെ അന്വേഷിക്കുമ്പോ അല്ല ഞങ്ങൾ വലിയ പരിച്ചപ്പോ എത്ര ദിവസം കരഞ്ഞു, 4 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ, അത് പറ്റൂല, നമുക്ക് കുഫ് വെക്കൂല. ഇതൊക്കെയാണ് അന്നത്തെ പരിപാടി. കബീല എന്ന് ചോദിക്കുമ്പോ ഇല്ല, അന്ന് ഇന്നും അങ്ങനെ തന്നെ കബീലിന്റെ പേര് വലിയ വർത്തമാനം പറയാം. അതേപോലെ തന്നെ ഇന്നിപ്പോ ഞാൻ മമ്മൂരിയാതെ ഓതുക, അതൊക്കെ നമ്മുടെ കത്തപ്പരട്ട് കഴിഞ്ഞാല് കുടുംബത്തിന് മോശമാണ്. നമ്മുടെ കുടുംബത്തിൽ നേരെ ആര് മരിച്ചോണ്ട് പെരട്ടത്തില്ല, ഇത് പറ്റൂല, മോശമെന്ന് അറിയും. അതിനാണ് പെരട്ടില്ല, കൂരിട്ടൊന്നുമല്ല. അത് ഓരോന്നും ഉണ്ടാവും. മുടിയാഴ്ച ഞങ്ങള് മുടിയാഴ്ച 2 പോത്ത് പൊട്ടഞ്ഞാൽ മോശമാണ്. നമ്മളെ കുടുംബത്തിലൊക്കെ അങ്ങനെയാണ്. ഒക്കെ നമ്മളെ കുടുംബത്തിക്കാ പറയാം, നല്ലൊന്നും കുടുംബത്തിൽ എടുക്കൂല. ഇങ്ങനത്തെ ഓരോരോ ദുരഭിമാനം എടുക്കലൊക്കെ. അതെടുക്കാം, അങ്ങനൊന്നുമില്ല, എല്ലാം എടുക്കാനും തഫ്സീർ ഉണ്ടാവും. ഒരായത്ത് വ്യത്യസ്ത വ്യാഖ്യാനം ഉണ്ടാവും, ഒരേ ആയത്തിൽ നിന്ന് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ വരും. വ്യത്യസ്ത സന്ദർഭത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നബിനെ വ്യത്യസ്ത വിഷയത്തിൽ ഈ ആയത്ത് ഓതിയിട്ടുണ്ടാവും. അതൊക്കെ ചിലപ്പോൾ ഒന്നൊരു സ്വഹാബി കിട്ടും, മറ്റു വേറെ സ്വഹാബി കിട്ടും. യാത്രയിൽ പറഞ്ഞതുണ്ടാവും, ഒരാളുടെ മാത്രം പറഞ്ഞിട്ടുണ്ടാവും. അത് അവർക്ക് അറിയുള്ളൂ, അപ്പൊ അവര് പറയും. അതാണ് സ്വഹാബത്തും താബീങ്ങളൊക്കെ തഫ്സീർ പറഞ്ഞാൽ അതെല്ലാം സ്വീകാര്യമാണ് എന്നാണ്. അപ്പൊ ഏതെന്നാലും ഇവിടെ 2 കാര്യം പറഞ്ഞു. ഒന്ന് കുടുംബത്തിന്റെ പേര് ആക്ഷേപം, 2 വന്നിയാഹത്തുൽ മയ്യിത്ത്, മയ്യിത്തിന്റെ പേരിൽ ആർത്തുകരയ. അപ്പൊ അന്ന് അതിനായിട്ട് ടീമുണ്ട്, ആർത്തുകരയാന്, വാവിട്ടിന് കളിക്കാന്, പിന്നെ മാടത്തടിക്കാന്, മാറി പിളർക്കാനൊക്കെ പ്രത്യേക സ്ത്രീകൾ ഉണ്ടാവും അവിടെ. ഒരു എമൗണ്ട് നിശ്ചയിച്ചിട്ട് ഒരു ഏറ്റെടുക്കും, സംഖ്യ പറഞ്ഞാൽ മതി. അപ്പൊ ഒരാൾ വന്നിട്ട് ഭയങ്കര നരം പിടിക്കണം. ഈ ഒട്ടകപ്പുറത്ത് ടീമിട്ട് വരും. എന്നിട്ട് ഒരു അങ്ങാടിക്ക് വന്നിട്ട് അവിടുന്ന് പോലാണ്ട് ഇയാളെ കുറെ മതഹ് പറയും, ഈ മരിച്ചാളെ കുറെ മതഹ് പറഞ്ഞിട്ട് ഇവരാണ്ട് കരയും. ഇവരാണ്ട് കരയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉള്ള ആൾക്കാരും കരയും. ഒരു കുറെ 10-15 മനുഷ്യന്മാരെ വന്നിട്ട് അങ്ങാടി കരയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും കരയല്ലോ. അവിടെ അരമണിക്കൂർ കരഞ്ഞിട്ട് പിന്നെ അവിടെ നിർത്തിപ്പോവും, അടുത്ത അങ്ങാടി പോവും, അവിടെ അതേപോലെ കരയും. അങ്ങനെ ഏരിയ പറഞ്ഞെടുക്കും, ഏതൊക്കെ സ്ഥലത്ത് പോകണം, എവിടെയൊക്കെ. അപ്പൊ ഏതൊക്കെ ഇവരെ കബീലക്കാർ എവിടെയൊക്കെ ഉള്ളത് അവിടെയൊക്കെ പോകും. ഇവിടെ നേരെ എതിർ കബീലക്കാർ എവിടെയൊക്കെ അവിടെ പോകും, അവിടെ അധികം പോവുക. ഇവിടെ നേരെ ശത്രു കബീലക്കാർ, അപ്പൊ അവിടെ പോവുക. അവിടെ പോയിട്ടാണ് ഒന്നാമത് കരയുമ്പോൾ ഓർക്ക് സഹിക്കൂല. എന്താ ഇയാൾ മരിച്ചിട്ട് ഇവിടെ മൊത്തം കരഞ്ഞല്ലോ, അപ്പൊ തന്നെ നമ്മളാൾ മരിച്ചപ്പോൾ ഇതിൽ ആരോ ഉഷാറാക്കണം എന്ന് ഒരു തീരുമാനിക്കും. ഇതൊക്കെ അന്നുള്ള പണിയാണ്. ഇത് കുഫറാണ് നബിയോട് പറഞ്ഞത്. അപ്പൊ ശരിക്കും ഇത് കുഫറാണോ? അല്ലല്ലോ, ഇത് കുഫറല്ലോ. പക്ഷെ നബിയോട് ഉപയോഗിച്ച വാക്കെന്താണ്? ഹുമാ ബിഹിം കുഫറുൻ, ഇത് ഇവർക്ക് കുഫറാകുന്നു. അപ്പൊ എങ്ങനെ കുഫറാകുന്നതാണ്? ക്ഷമ ഈമാനാണ് പറഞ്ഞു. അപ്പൊ അക്ഷമ എന്നെതിരാണ്. ഈ നിലവിളിക്കുന്ന മാർത്ത് വിളിക്കുന്നതാണ് അക്ഷമയുടെ ഫലമാണ്. ആക്ഷേപിക്കൽ അത്വാഇനു ഫിൻ നസബ്, കുടുംബത്തിന്റെ പേര് ആക്ഷേപിക്കൽ കുഫറാണ്. മറ്റത് ഇത് പറഞ്ഞു ജാഹിലിയ്യ കാര്യമാണെന്ന് പറഞ്ഞു. 4 കാര്യം എന്റെ ഉമ്മത്തിലുണ്ട്, ഒഴിവാക്കുകയില്ല, അത് ജാഹിലിയ്യ കാര്യമാകുന്നു. അതിൽ ഒന്ന് പറഞ്ഞത് ഫഖ്റു ഫിൽ അൻസാബ്. ഏത് എങ്ങനെയും പറയാലോ, ഇത് ഞങ്ങൾ വലിയ തറവാട്ട്, ഞങ്ങൾ വലിയ കുടുംബക്കാരാണ്, ഞങ്ങൾ ഇപ്പത്തന്നെ ആരുമില്ല എന്നുള്ള വർത്തമാനങ്ങൾ. അതാ ജാഹിലിയ്യ കാലത്ത് കവിതകളൊക്കെ എടുത്ത് അങ്ങനെയാണ്. പാടില്ലേ? അത് തൊഴിൽ തിരിച്ച് കുറ്റം പറഞ്ഞു ചെയ്യും. അതല്ല, അങ്ങനെയല്ല. ഒരു വ്യക്തിയെ ആക്ഷേപിക്കാം. നീ ഈ കുടുംബത്തിൽപ്പെട്ട ആളല്ലേ, ആ കുടുംബത്തിൽപ്പെട്ട ആളല്ലേ, അനക്കെന്താ പറയാൻ അവകാശമുള്ളത്, അന്നെ കമ്മിറ്റി എടുക്കാൻ പറ്റൂല, അനക്കിതില്ല, കാരണം അന്റെ തറവാടിനെ പറ്റ തറവാടല്ല, ഇങ്ങനെ പറയാം. ഈ തറവാട് ഇന്ന തറവാട്ടിൽ ജനിച്ചു എന്നത് കൊണ്ട് ഒരാളെ ചെറുതായി കാണാം, ഓനെ പുച്ഛിക്കാം,
ഒരു ചവിട്ടിത്താത്ത. അതിപ്പോ മറ്റു തറവാട്ടിൽ ജനിച്ചു വന്നുകൊണ്ട് മാത്രം ഇപ്പം വലിയ ആളായി പോകും. ചിലപ്പോൾ വേറെ ഒന്നും ഉണ്ടാവില്ല, ഒരു വിദ്യാഭ്യാസവും ഇല്ല, വയസ്സില്ല, ഒന്നും. ചെന്നാലും അത് ഇന്നാളെ മോനാണ്, ഇന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ്, അത് ഓല എന്തായാലും ഓലനുള്ളൂ എന്ന് പറയുന്ന രൂപത്തിൽ അതിന്റെ പേരിൽ ഒരു ഫഖറും അതിന്റെ പേരിലുള്ള ത്വഅനും, ഇത് രണ്ടുമാണ് ഹദീസിൽ പറഞ്ഞത്. ഏതായാലും ഫഹാത്താനി ഖസ്റത്താനി, ഈ രണ്ട് കാര്യങ്ങൾ മിൻ ഖിസാദിൽ കുഫ്രി, ഇത് കുഫറിന്റെ കാര്യമാണ്. ലിഅന്നഹുമാ മിൻ അഅ്മാലിൽ ജാഹിലിയ്യത്തി, ജാഹിലിയ്യ കാലത്തെ പ്രവർത്തനങ്ങളിൽ പെട്ടതാകുന്നു ഇത് എന്ന. വലാകിൻ, പക്ഷേ ലൈസ മൻ ഖാമ ബിഹി ശുഅബത്തുൻ മിൻ ശുഅബിൽ കുഫ്രി യസീറു കാഫിർ അൽ കുഫ്ർ അൽ മുത്ലഖ്. അതിനർത്ഥം ഇത് ചെയ്ത ഒരാൾ കാഫിറാവുന്നല്ല. ഒറ്റ തറവാണ്ട് വരുമ്പോ അത് കാഫിറായി പോയി, ഇനി പള്ളിക്ക് കയറാൻ പറ്റില്ല എന്ന് പറയണോ? അതില്ല. ഒരു ഇസ്ലാമിൽ നിന്ന് പുറത്തു പോണ കാഫിറാണ് എന്നല്ല അതിനർത്ഥം. ഈ ഒരു കാര്യം ചെയ്താൽ മുത്തലക്കായ കുഫർ സംഭവിച്ചു എന്നല്ല. എന്നാൽ ഈ സ്വഭാവം കുഫറിന്റെ സ്വഭാവമാണ് എന്നാണ് അതിനർത്ഥം. നബിതങ്ങൾ ചില ഹദീസിലൊക്കെ അൽ കുഫർ എന്ന് ഉപയോഗിച്ച് കാണാൻ പറ്റും, അലിഫ്ലാം ഇട്ടുകൊണ്ട്. അൽ മുഅറഫ് ബില്ലാ, അലിഫ്ലാം ഇട്ടുകൊണ്ട് അൽ കുഫർ. ഇവിടെ അതല്ല, ഇവിടെ പറഞ്ഞ ഹുമാബിഹിം കുഫ്ർ എന്നാണ്, അലിഫ്ലാം ഇല്ലാതെ. അത് രണ്ടും വ്യത്യാസം അറബിയിൽ. കുഫർ എന്ന് ഉപയോഗിക്കുന്നതും അൽ കുഫർ ഉപയോഗിക്കും വ്യത്യാസമുണ്ട്. ഉദാഹരണമായി ലൈസ ബൈനൽ അബ്ദി വബൈനൽ കുഫ്രി അബിശ്ശിർകി ഇല്ലാ തർക്കുസ്സലാ, ഒരു അടിമയും കുഫറും നമ്മളെ വ്യത്യാസം നിസ്കാരം ഒഴിവാക്കിയതാകുന്നു പറഞ്ഞു. അവിടെ ലൈസ ബൈനൽ അബ്ദി വൽ കുഫ്രി എന്നാണ്, വബൈനൽ കുഫ്രി അവിടെ അൽ കുഫറാണ്. എന്നാ നേരത്തെ പറഞ്ഞ ഹദീസിലോ വെറും കുഫർ, അൽ കുഫർ ഇല്ല, കുഫർ എന്ന് മാത്രം ഉപയോഗിച്ചത്. വബൈന കുഫർ മുനക്കദ കമാ ഫി ഹാദ, ഈ ഹദീസിൽ നെക്കിറയായിട്ട് ഉപയോഗിച്ചു, മറ്റൊരു മൈഡിഫായിട്ട് ഉപയോഗിച്ചു. ആദ്യത്തെ ഹദീസിൽ അലിഫ്ലാം ഇല്ലാതെ പൊതുവായ പ്രയോഗം ഉപയോഗിച്ചു. രണ്ടാമത്തെ ഹദീസിലോ അലിഫ്ലാം ഇട്ടുകൊണ്ട് ഉപയോഗിച്ചു. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. വഫി സ്വഹീഹൈനി, ബുഖാരി മുസ്ലിമിൽ കാണാം, ലൈസ മിന്നാ മൻ ളറബൽ ഖുദൂദ വശഖൽ ജുയൂബ വദഅ ബിദഅബൽ ജാഹിലിയ്യ. അറബിയിൽ ഓക്കെ. ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല. അതെ, അതേപോലെ ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല. മൻ ളറബൽ ഖുദൂദ്, കവിളിൽ അടിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. കവിളത്തടിക്കുന്ന ആളുകൾ, മുസീബത്ത് വരുമ്പോ കവിളത്ത് അടിച്ച് നരിമണിയും കൂട്ടുക, അവൻ നമ്മിൽപ്പെട്ടവനല്ല. വശക്കൽ ജുയൂബ്, മാറി പിളർത്തിയവൻ നമ്മിൽപ്പെട്ടവൻ, കുപ്പായം വലിച്ചു കീറുക, അവൻ നമ്മിൽപ്പെട്ടവനല്ല. വദഅ ബിദഅബൽ ജാഹിലിയ്യ, ജാഹിലിയ്യ വാദങ്ങളെ വാദിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. മറ്റൊരു കുഫ്ർ എന്ന് പറഞ്ഞു, ഇവിടെ ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല എന്നും പറഞ്ഞു. വഖൗലുഹു ഫിൽ ഹദീസ് വദഅ ബിദഅബൽ ജാഹിലിയ്യ എന്ന് പറഞ്ഞാൽ ഖാല ഇബ്നുൽ ഖയ്യിം അദ്ദുആ ബിദഅബൽ ജാഹിലിയ്യ കദ്ദുആ ഇലൽ ഖബാഇൽ വൽ അസബിയ്യ, കബീലയിലേക്ക് ക്ഷണിക്കുക, പക്ഷപാതിത്വത്തിലേക്ക് ക്ഷണിക്കുക, അതൊക്കെയാണത്. ഈ കബീലയുടെ പേര് പക്ഷപാതിത്വം, ഈ പാട്ടിന്റെ പേര് പക്ഷപാതിത്വം, ഏതെങ്കിലും ഒരു പേര് പക്ഷപാതിത്വം, അതൊക്കെ ജാഹിലിയ്യ സ്വഭാവമാണ്. അതുപോലെ തന്നെയാണ് തഅസ്സുബിൽ മദ്ഹബി, ഒരു മദ്ഹബിലേക്കുള്ള പക്ഷപാതിത്വം. വത്തവായിഫി, പ്രത്യേക ത്വായിഫത്തിലേക്ക്, സംഘത്തിലേക്കുള്ള പക്ഷപാതിത്വം. വൽ മശായിഖി, ചില പ്രത്യേക ശൈഖുമാരുടെ പേര് പക്ഷപാതിത്വം. വതഫ്ദീലി ബഅദിഹിം അലാ ബഅദിൻ, ചിലരെക്കാൾ സ്ഥാനം കൽപ്പിക്കുക പക്ഷപാതിത്വത്തിന്റെ പേരിൽ. ഇതൊക്കെ ഇതിന്റെ വ്യത്യസ്ത രൂപങ്ങളാകുന്നു. ഞങ്ങളെ പാർട്ടിയിലായാൽ പിന്നെ ഒക്കെ ഓഞ്ഞ എന്തായാലും കുഴപ്പമില്ല, നമ്മളെ പാർട്ടി കഴിഞ്ഞാൽ പിന്നെ ഓഞ്ഞ എന്തായാലും കുഴപ്പമില്ല. മറ്റേ പാർട്ടിയിലാണ് ഓഞ്ഞ എത്ര നല്ലതായിട്ടും കാര്യമില്ല. ഇതിന്റെ ഭാഗമാണത്. ഒരു ഉസ്താദിന്റെ പേര്, ആ ഉസ്താദിന്റെ ടീമാണോ എന്നാ പിന്നെ ഒരു ഓക്കെ, മറ്റേ ഉസ്താദിനൊപ്പം കൂടിയോ അതോടുകൂടി ഇയാളെല്ലാ നന്മയും നമ്മൾ വിസ്മരിക്കുക. ഇതൊക്കെ ജാഹിലിയ്യ സ്വഭാവമാണ്. നമ്മളാളാണ് എന്നാ പിന്നെ എന്തോ ആവാം, നമ്മളാളല്ല ഓഞ്ഞ എന്ത് നന്മ ചെയ്തിട്ടും അത് സ്വീകരിക്കുകയുമില്ല എന്ന നിലപാടൊക്കെ ജാഹിലിയ്യ ദഅവയാണ് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു. യദ്ഉ ഇലാ ദാലിക, അതിലേക്ക് അവൻ ക്ഷണിക്കുന്നു. വയുവാലി അലൈഹി വയുആദി, അതിന്റെ പേര് വലാവും ബറാവും വരെ അവൻ പ്രഖ്യാപിക്കുന്നു. മുവാലാത്ത്, അദാവത്ത്, അതിന്റെ പേരിലാണ്. നമ്മളാളാണോ ഓനോട് വലാ ഉണ്ട്. നമ്മളെ പാർട്ടിന് പുറത്തു പോയോ എല്ലാ ബന്ധും മുറിച്ചിനോടും ഉണ്ടാകാൻ പാടില്ല, മറ്റൊരു ബന്ധുവില്ല, ഓൻ ഇസ്ലാമിന് പുറത്തു പോയ പോലെ, അത് പറ്റൂല, അത് വിശ്വാസികൾക്ക് പറ്റുകയില്ല. ഫകുല്ലു ഹാദാ മിൻ ദഅവൽ ജാഹിലിയ്യത്തി, ഇതെല്ലാം ജാഹിലിയ്യ വാദങ്ങളിൽ പെട്ടതാകുന്നു. ഇൻതഹ. ഇബ്നു ഖയ്യിമിന്റെ വാക്കവിടെ അവസാനിച്ചു. വല്ലാഹു സുബ്ഹാനഹു യുജ്രിൽ മസ്വാഇബ അലാ ഇബാദിഹി ലിഹികമിൻ അളീമത്തിൻ, അല്ലാഹു തആല മുസീബത്തുകൾ നടപ്പാക്കും അടിമകൾക്ക്. ലിഹികമിൻ അളീമ, വലിയ ചില ഹിക്മത്തുകളാൽ. ഈ മുസീബത്ത് നമുക്ക് മുസീബത്താണ്, ആ മുസീബത്ത് അത് തന്നത് എന്തിനാണ്? അതിന് പിന്നെ അല്ലാഹു തആലക്ക് ഒരു ഹിക്മത്ത് ഉണ്ടാവും, ഒരു തത്വം ഉണ്ടാവും. മിൻഹ,
എന്തിനാ അതിൽപ്പെട്ടതാണ് അന്നഹു യുകഫിറു ബിഹാ ഖത്വായാഹു. അത് കാരണം അല്ലാഹു തആല പാപങ്ങൾ പുറത്തു കൊടുക്കും. അപ്പൊ അല്ലാഹു തആല മുസീബത്തുകളെ അടിമകൾക്ക് നൽകും. ലിഹികമിൻ അളീമ, മഹത്തായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് റബ്ബ് നൽകുക. നമ്മൾ മുമ്പൊക്കെ പറഞ്ഞത് ഷെറ് റബ്ബിലേക്ക് ചെലുത്തി പോയതാണ്. അല്ല തന്നെ ഷെറല്ല. നമുക്കൊരു പക്ഷെ അത് തൽക്കാലം ഷെറായി മാറിയിട്ടുണ്ടാവാം, മുസീബത്തായിട്ടുണ്ടാവാം. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഖദർ പ്രകാരം തന്നെയാണത്. പിന്നെ എന്തിനാണ് ഖദറാക്കിയത്? അല്ലാഹു തആലക്ക് ഹിക്മത്ത് ഉണ്ടാകും. ആ ഹിക്മത്ത് അലീമ, വലിയ ഹിക്മത്തായിരിക്കും. ഉദാഹരണം, അന്നാ യുകഫിറു ബിഹാ ഖത്വായാഹും. ആ മുസീബത്ത് കാരണം അല്ലാഹു തആല ഓലെ പാപങ്ങളെ പുറത്തു കൊടുക്കും. അപ്പൊ ചിലപ്പോൾ ഒരു അടിമ കുറെ തെറ്റ് ചെയ്തു, ആ തെറ്റ് പൊറുക്കാൻ വേണ്ടിയാണ് അല്ലാഹു അവനൊരു അസുഖം കൊടുത്തത്. ഈ അസുഖം അല്ലാഹുവിന്റെ ഖദർ പ്രകാരമാണ്. പക്ഷെ അല്ലാഹ് കൊടുത്തെന്തിനാണ്? ഇവിടെ ദോഷം പൊറുക്കണം. ആ ദോഷം പൊറുക്കാൻ അല്ലാഹ് വെച്ച ഒരുപാട് അസ്ബാബുകളുണ്ട്. ആ സബബുകൾ മതിയാകുന്നില്ല. അപ്പൊ അല്ലാഹ് ഒന്നും കൂടി വെച്ചു കൊടുത്തു, ഓന് അസുഖം കൊടുത്തു. അപ്പൊ യഥാർത്ഥത്തിൽ ഓനത് ഒരു മുസീബത്താണോ ചോദിച്ചാല് അല്ലല്ലോ. ഓനെ പ്രത്യക്ഷത്തിൽ മുസീബത്താണെങ്കിലും ഓനത് റഹ്മത്താണ്, ഓനെ നിഅമത്താണ്, ദോഷം പൊറുക്കാനാണ്. അതാണ് ഷെർ അല്ലാഹുവിലേക്ക് ചെറുക്കുക എന്നത്. ഖൈറും ഷെറും ഒക്കെ റബ്ബിന്റെ ഖദർ പ്രകാരമാണ്. പക്ഷെ അല്ലാഹ് നൽകുന്നത് ഷെറല്ല, അല്ലാഹ് നൽകുന്നത് ഖൈറുകളാണ്. കമാ ഫി ഹദീസ് അനസ് അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി ഞങ്ങൾ പറഞ്ഞു വന്ന അനസ് റളിയല്ലാഹു പറഞ്ഞ ഹദീസിൽ കാണാം, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈറ, റബ്ബ് തന്റെ അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ് ദുനിയാ, ദുനിയാവിൽ തന്നെ അല്ലാഹു തആല അവന് വേഗത്തിൽ ശിക്ഷ നൽകും. ഖൈർ ഉദ്ദേശിച്ച അല്ലാഹ് ശിക്ഷ ദുനിയാവിന് കൊടുക്കുന്നു. അപ്പൊ പരലോകത്ത് ശിക്ഷ ഉണ്ടാവില്ല. ഓനെ ശിക്ഷ കിട്ടേണ്ട ചില സംഗതികൾ ചെയ്തിട്ടുണ്ട്, അത് ഓനെ ശിക്ഷ കിട്ടാതെക്കാൻ വേണ്ടി ദുനിയാവിന് ചില ബുദ്ധിമുട്ട് അല്ലാഹ് കൊടുക്കും. അയിമ കഴിഞ്ഞു, അതോടി ഓനെ ദോഷം കൊടുത്തു. അപ്പൊ ഈ ദോഷം കൊടുത്തു പോയാലോ പിന്നെ ശിക്ഷ ചെല്ലും. ദുനിയാവിന് ഉക്കുമത്ത് കിട്ടി, ആ ഉക്കുമത്ത് കാരണമായി ദോഷം കൊടുത്തു. ദോഷം കൊടുത്താലോ ആ ദോഷത്തെ പിന്നെ പരലോകത്തവന് ശിക്ഷയില്ല. അപ്പൊ അതിനർത്ഥം റബ്ബിന് ഖൈർ ഉദ്ദേശിക്കുന്നതാണ്. ഒരു അടിമക്കല്ല ദുനിയാവിൽ ഉക്കൂബത്ത് നൽകുന്നുവെങ്കിൽ അതൊരു പക്ഷെ റബ്ബ് ഓനിൽ ഖൈർ ഉദ്ദേശിച്ചത് കൊണ്ടായിരിക്കാം. ഇത് എല്ലാവരും അങ്ങനെയാണെന്നല്ല, അങ്ങനെ ആവും. ഒരു അടിമക്ക് ഷെർ ഉദ്ദേശിച്ചാലോ അംസക അൻഹു ബിദംബിഹി, ഒരു തെറ്റുകൾ ചെയ്താലും അവന് ഉക്കൂബത്തൊന്നും കൊടുക്കാതെ പിടിച്ചു വെക്കും. ഹത്താ യുവാഫാ ബിഹി യൗമൽ ഖിയാമ, അന്ത്യനാൾ അതിന് പൂർണ്ണമായി അന്ന് കൊടുക്കുകയും ചെയ്യും. എന്തൊക്കെ തുന്യാസം ചെയ്താലും അതല്ല സുഖം. നമ്മൾ പോയി എന്താ ഓൻ എല്ലാ വെള്ളത്തിലും എല്ലാ തുന്യാസം ഉണ്ട്, ഓനിപ്പോ എന്താ സുഖം എന്നറിയും. അത് സുഖമല്ല. അത് ഓരോ അതും കൂടെ അല്ല പരലോകത്തേക്ക് ചെമ്പണ്ണ് കൊടുക്കാതെ അതും കൂടി പരലോകത്തേക്ക് മാറ്റി വെച്ചതാകുന്നു. ഇമാം തിർമിദി ഹദീസ് റിപ്പോർട്ട് ചെയ്തു. ഹാക്കിം ഈ ഹദീസ് ഹസനാണ് എന്ന് വിധി എഴുതുകയും ചെയ്തിരിക്കുന്നു. ഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ഈ ഹദീസ് വെച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യ പറയുന്നു, അൽ മസ്വാഇബു നിഅമത്തുൻ, മുസീബത്തുകളെല്ലാം നിഅമത്താകുന്നു. മുസീബത്തൊക്കെ മനസ്സിലാക്കാൻ ഇബ്നു തൈമിയ്യയുടെ വിൽക്കത്ത് മാത്രം നമുക്കത് കുറച്ച് വേണം, അല്ലാതെ കഴിയൂല. അതാണ് ഇബ്നു തൈമിയ്യ ചെയ്തത്. എന്ത് വന്നാലും ആ മനുഷ്യനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിടിച്ചോണ്ടുമ്പോ പറയും അൽഹംദുലില്ലാഹ് എനിക്ക് ഖൈറാണ്, ജയിലിൽ പോയാൽ ഖൈറാണ്, എന്നെ കൊന്നാലോ ഞാൻ ഷഹീദാവും, നാട് കടത്തിയാലോ എനിക്കത് വെറുതെ ഹിജ്റ കണക്കാക്കും. അങ്ങനത്തെ ഒരു മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കത് ദുനിയാവിൽ തന്നെ ഏറ്റവും വലിയ നിഅമത്ത് ജയിലിൽ കിടക്കാൻ കഴിഞ്ഞതാണെന്നാണ്. അത് ഈ മനസ്സിൽ ഉണ്ടാകുന്നത്. നമ്മളാണ് തിരിച്ചറിയുക, എന്താ നമ്മളിങ്ങനെ ദീനിന് വേണ്ടി വണ്ടി പോയ അവസ്ഥ എനിക്ക് തന്നെ ഉണ്ടായത്, ഇനി അവിടെ കെട്ടേറി പിന്നെ നിസ്കരിച്ചാൽ വരെ ഉണ്ടാവില്ല. അത് അദ്ദേഹം അൽ മസ്വാഇബു നിഅമത്തുൻ, മുസീബത്തുകളെല്ലാം നിഅമത്തുകളാണ്. ലിഅന്നഹാ മുകഫിറാത്തുൻ ലിദ്ദുനൂബ്, കാരണം അതെല്ലാം പാപങ്ങളെ പൊറുപ്പിക്കുന്ന കാര്യമാണ്. ഒരു മുള്ളുത്യാവരെ ദോഷം പൊറുക്കുന്നല്ലേ. വലിയ മുസീബത്ത് ഉണ്ടായാലോ എല്ലാ ദോഷവും പുറത്തു വലിയ വലിയ നിഅമത്ത് വേണമെന്താ. മാത്രം അത് ക്ഷമക്ക് പ്രേരിപ്പിക്കും. അതിനും കൂലിട്ടും. മുസീബത്ത് വന്നാൽ ദോഷം കൊടുക്കുന്നു, അത് ലാഭം. വിശ്വാസിക്ക് മുസീബത്തിന് പോകാൻ ക്ഷമിക്കുന്നു, ആ ക്ഷമക്കും അല്ലാഹു തആല അവന് കൂലി കൊടുക്കുന്നു. മാത്രം അള്ളാഹുവിലേക്ക് കൂടുതൽ മടങ്ങാൻ അത് നിമിത്തമായി മാറുന്നു. വിശ്വാസിക്ക് മുസീബത്ത് വരുമ്പോ അള്ളാഹു കുറച്ചുകൂടെ ഓർക്കും. അപ്പൊ ലേശം ദുആയും ദിക്റുമൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും, അതും അവന് ലാഭമായി മാറും. അവന് വേണ്ടി ഒരുപാട് ആൾ ദുആ ചെയ്യും, അത് ലാഭമായിട്ട് മാറും. നമുക്ക് അസുഖം വന്നു, അതുവരെ നമുക്കൊരു പ്രാർത്ഥിക്കാത്ത മനുഷ്യന്മാരും ഇത് അറിയുമ്പോൾ പ്രാർത്ഥിക്കൂലേ, അപ്പൊ അതൊക്കെ നമുക്ക് ലാഭമാണ്. അങ്ങനെ വന്നാൽ മുസീബത്തുകളെല്ലാം നിഅമത്താണ്. മാത്രം സൃഷ്ടികളിൽ നിന്നൊക്കെ
ഓൻ തിരിയും, അവഗണിക്കും, അള്ളാഹുവിലേക്ക് മടങ്ങും. മുഅ്മിനാണെങ്കിൽ. വിശ്വാസിക്ക് മുസീബത്ത് വരുമ്പോ പടപ്പിലേക്കല്ല പോവുക, പടച്ചോനിലേക്കാണ് അവൻ പോവുക. ഇലാ ഒഴിതാലിക്കതല്ലാത്ത മസ്വാലിൽ അദീമ, ധാരാളം മസ്ലഹത്തുകൾ മുസീബത്തിന് പിറകിലുണ്ട്. ഫനഫ്സുൽ ബലാഇ, ബലാ തന്നെയും യുകഫിറുല്ലാഹു ബിഹി അദ്ദുനൂബൽ ഖത്വായ, അതുകൊണ്ട് അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കും. വഹാദ മിൻ അഅ്ളമിൻ നിഅമ, അതിന് ഏറ്റവും വലിയ നിഅമത്തല്ലേ. ഒരു ബലാ വന്ന, പരീക്ഷണം വന്നാൽ ദോഷം പൊറുക്കുന്നു, അതിന് എത്ര വലിയ നിഅമത്താണ്. അതിന് പുറമെ അവൻ ധാരാളം ദുആ ചെയ്യുന്നു, അതിന് കൂലിട്ടുന്നു. അവൻ ക്ഷമിക്കുന്നു, അതിന് കൂലിട്ടുന്നു. അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുന്നു, അതിന് കൂലിട്ടുന്നു. അവന് വേണ്ടി ഒരുപാട് ആളുകൾ ദുആ ചെയ്യുന്നു, അതിന് കൂലിട്ടുന്നു. ഇങ്ങനെ വെച്ച് നോക്കിയാൽ വലിയ നിഅമത്താണ് മുസീബത്തുകൾ. ഫൽ മസായിബു റഹ്മത്തുൻ വ നിഅമത്തുൻ, ഫൽ മസായിബു, മുസീബത്തുകൾ റഹ്മത്തും വ നിഅമ, അത് റഹ്മത്താണ്, അത് നിഅമത്താണ്. ഫി ഹഖി ഉമൂമിൽ ഖൽഖി, പൊതുവെ സൃഷ്ടികളുടെ അവസ്ഥയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മുസീബത്തെല്ലാം റഹ്മത്താണ്. ഇല്ല യദ്ഖുല സ്വാഹിബുഹാ ബിസബബിഹാ ഫീ മആസിൻ അഅ്ളമ മിമ്മാ കാന ഖബ്ല ദാലിക, ഈ മുസീബത്ത് വന്നപ്പോൾ അതുവരെ ഉള്ളതിനേക്കാളും വലിയ തിന്മയ്ക്ക് പോവുകയാണെങ്കിൽ ഒഴികെ. ചിലർക്ക് അങ്ങനെ ഉണ്ടാവാം, ആ മുസീബത്ത് വന്നതോടി പോകാൻ പറ്റ ദീനങ്ങൾ ഒഴിവാക്കി, അതുവരെ ഉള്ളതിനും കളഞ്ഞു. അങ്ങനത്തെ ആളുകൾക്ക് മാത്രമേ അത് പിന്നെ റഹ്മത്തല്ലാതായി മാറുള്ളൂ. അപ്പൊ ഓനെ ഇപ്പൊ അള്ളാഹ് ഉദ്ദേശിച്ച് കൂടുതൽ ഓനെ പരലോകത്ത് പ്രയാസപ്പെടുത്താനായിരിക്കും. അവൻ ക്ഷമിക്കാനും കഴിയൂല, ഓനെ അതിന് അള്ളാഹുവിലേക്ക് മടങ്ങുന്നില്ല. അതോടെ അള്ളാഹിനെ തന്നെ തള്ളി പറഞ്ഞ് ഓനെ നിരീശ്വരവാദിയായിട്ടോ അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടോ അള്ളാഹിനെ പോലും ചിത്തനട്ടോ ഓനോട് പോകുന്നു. അങ്ങനെ അല്ലാത്തവർക്കെല്ലാം ഇത് റഹ്മത്താണ്. ഫയക്കുൽ ശർറൻ അലി, അങ്ങനെ ആകുമ്പോൾ ഓന് ഷർറായിരിക്കും. മിൻ ജിഹത്തി മാ അസ്വാബഹു, ആ ബാധിച്ച കാര്യം നോക്കുമ്പോൾ ഷർറാണ്. ഫീ ദീനിഹി, ദീനിൽ അവന് ഷർറാണ്. ഫഇന്ന മിനൻ നാസ്, ജനങ്ങളിൽ ഉണ്ട് ചിലർ, മൻ ഇദാ ഉബ്തുലിയ ബിഫഖ്രിൻ ഔ മറദിൻ ഔ വജഇൻ, ഒരു ഫഖ്ർ ഉണ്ടായാൽ, രോഗമുണ്ടായാൽ, വേദന ഉണ്ടായാലൊക്കെ ഹസലഹു മിൻ നിഫാഖി, വൻ നിഫാഖ് വരും. വൽ ജസഇ, അക്ഷമ കാണിക്കും. വ മറദിൽ ഖൽബി, ഖൽബ് രോഗിയായി മാറും. വൽ കുഫ്രിൽ ലാഹിരി, പ്രത്യക്ഷമായ കുഫ്ർ വരെ അവൻ ചെയ്യും. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, ഒരു ബിസിനസ് ഇങ്ങനെ കീപ്പിട്ട് പോവാണ്. അതോട് ഓൻ പിന്നെ കാണാ നേരെ തിരിച്ചടിക്കും. പിന്നെ ഓൻ പള്ളിക്കുമില്ല, ഓൻ നിസ്കരിക്കാനുമില്ല, അള്ളാഹിനെ കുറിച്ച് പോലും ഓന് മോശമായത് പറയാ. അങ്ങനെ ഓൻ നിഫാഖിലേക്കും കുഫ്രിലേക്കും വരെ പോകുന്ന മനുഷ്യന്മാരുണ്ട്. വതർക്കി ബഅദിൽ വാജിബാത്തി, ചില വാജിബുകൾ വരെ ഒഴിവാക്കും. വഫഇലി ബഅദിൽ മുഹറമാത്തി, ഹറാമുകൾ അവൻ ചെയ്യും. ഇങ്ങനെയുള്ള പലതും ചെയ്യും. ആ യൂജിബു ലഹു ദററ ഫീ ദീനിഹി, അതൊക്കെ ദീനിൽ അവന് ദോഷമാണത് വഴി നിർബന്ധമായി മാറുക. ഫഹാദ കാനത്തിൽ ആഫിയത്തു ഖൈറുൻ ലഹു മിൻ ജിഹത്തി മാ ഉർതു മുസീബത്തു, അങ്ങനെയാണെങ്കിൽ ഓന് മുസീബത്തിനേക്കാളും ഖൈറ് ആഫിയത്താണ്. ഓന് ഈ രോഗത്തിനേക്കാൾ ഖൈറ് ആഫിയത്താണ്. യഥാർത്ഥ മുഅ്മിനാണെങ്കിലോ ആ ആഫിയത്ത് ഉണ്ടാകുമ്പോൾ കിട്ടാത്ത ഒരുപാട് ഖൈറുകൾ ഈ രോഗം വന്നപ്പോ കിട്ടി. ധന്യത ഉണ്ടാകുമ്പോൾ ഇല്ലാത്ത ഖൈറുകൾ ദാരിദ്ര്യം ഉണ്ടായപ്പോൾ കിട്ടി. വേദന ഇല്ലാത്ത സമയത്ത് ഉള്ളതിനേക്കാൾ ഖൈറ് ഒരു വേദന ഉണ്ടായപ്പോ കിട്ടി. അത് മുഅ്മിന്. അല്ലാത്തവനോ തിരിച്ചുണ്ടാവുള്ളൂ. കമാ അന്ന മൻ ഔജബത് ലഹു മുസീബത്തു സബ്റൻ വ ത്വഅതൻ, ഒരാൾക്ക് ഈ മുസീബത്ത് കൊണ്ട് ക്ഷമയും ത്വഅത്തുമാണ് ഉണ്ടായതെങ്കിലോ കാനത്തു ഫി ഹഖ്ഖിഹി നിഅമത്തുൻ ദീനിയ, ഓന്റെ കാലത്ത് ദീനിയായൊരു നിഅമത്താണ്. ഫഹിയ ബികൗനിഹാ ഫഇലു റബ്ബി അസ്സ വജല്ല റഹ്മത്തുൽ ഹഖീഖ, അല്ലാഹുവിന്റെ ഫീലാണ്. എന്തായാലും ഓനെ ഫഖർ കൊടുത്ത അള്ളയാണ്, ഓനെ മറല് കൊടുത്ത അള്ളയാണ്, മുസീബത്ത് കൊടുത്ത അള്ളയാണ്. ഇതൊക്കെ അള്ളാഹിന്റെ ഫീലാണ്. ആ നിലക്ക് നോക്കുമ്പോൾ അത് സൃഷ്ടികൾക്ക് റഹ്മത്താണ്. അള്ളാഹിന്റെ ഫീല് മഖ്ലൂഖിന് റഹ്മത്തുണ്ടാവും. വല്ലാഹു തആല മഹ്മൂദ്, അതിൽ അള്ളാഹിനെ സ്തുതിക്കണം. മുസീബത്ത് വന്നാലും അള്ളാഹിനെ സ്തുതിക്കുകയാണ് വേണ്ടത്. ഫമൻ ഉബ്തുലിയ, വല്ലവനും പരീക്ഷിക്കപ്പെട്ടാൽ, ഫറുസിഖ സ്വബ്ർ, ക്ഷമിക്കാൻ കഴിഞ്ഞാൽ, കാന സ്വബ്റു അലൈഹി നിഅമത്തുൻ ഫീ ദീനിഹി, സ്വബ്ർ അവന്, കാന സ്വബ്റു അലൈഹി നിഅമത്തൻ ഫീ ദീനിഹി, സ്വബ്ർ അവന് ദീനിൽ ഒരു നിഅമത്തായി മാറും. വഹസലഹു ബഅദമാ കുഫിറ മിൻ ഖതായാഹു റഹ്മത്തുൻ വഹസലഹു സനാഉ റബ്ബി അലൈഹി, ഒരു പാപം പൊറുക്കുന്നതോടൊപ്പം തന്നെ ഒരു റഹ്മത്ത് ലഭിക്കുന്നു, അല്ലാഹുവിനെ അവൻ പ്രശംസിക്കുന്നു. ഖാല തആല ഉലൈക ലഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അതെവിടെ പറഞ്ഞത്? മുസീബത്ത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. വദനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത ആയത്ത് എന്ത് പറഞ്ഞത്? അവർ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയും. ഉലൈക ലഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവർക്ക് റബ്ബിന്റെ സ്വലവാത്തുണ്ട്,
റഹ്മത്തുണ്ട്. അപ്പൊ മുസീബത്ത് അല്ലാഹ് കൊടുത്ത് അതിൽ ക്ഷമിക്കുന്നുവെങ്കിൽ ആ മുസീബത്ത് റഹ്മത്തായി മാറുന്നു. വഹസലഹു ഗുഫ്രാനു സയ്യിആത്ത്, പാപങ്ങൾ പൊറുക്കുന്നു. വറഫ്ഉ ദറജാത്ത്, അവരുടെ ദറജകൾ വർദ്ധിക്കുന്നു. ഫമൻ ഖാമ ബിസ്സബ്രിൽ വാജിബി, വാജിബായ ക്ഷമ നിർവഹിച്ചാൽ ഹസലഹു ദാലിക, ഇതൊക്കെ അവന് ലഭിക്കും എന്ന് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്നു. ഇൻതഹ, ഇബ്നു തൈമിയ്യയുടെ വാദം അവിടെ അവസാനിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ മുഅ്മിനെ സംബന്ധിച്ച് എന്ത് കിട്ടിയാലും ഖൈറാണ്. മുസീബത്ത് വന്നാൽ കൂടുതൽ ഖൈറാണ്, ദാരിദ്ര്യം വന്നാൽ കൂടുതൽ ഖൈറാണ്, രോഗം വന്നാൽ കൂടുതൽ ഖൈറാണ്. വിശ്വാസം, അതാണ് നബി തങ്ങൾ പറഞ്ഞത്, മുഅ്മിന്റെ കാര്യം അത്ഭുതമാണ്, മുഅ്മിന്റെ കാര്യം വല്ലാത്ത അത്ഭുതം. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യം ഖൈറാണ്. ഓരൊക്കെ കാര്യം എല്ലാം സ്വസ്ഥമായി നടക്കുന്നുണ്ടോ, അത് ശുക്ർ കാണിക്കും, അത് ഖൈറായി മാറും. ബുദ്ധിമുട്ടും പ്രയാസമാണോ, അത് ക്ഷമിക്കും, അതും ഖൈറായി മാറും. ഇത് മുഅ്മിനല്ലാതെ മറ്റാർക്കുമില്ല എന്ന് പറഞ്ഞ ഹദീസ് ചേർത്തി വായിക്കാം. അൽഹംദുലില്ലാഹ് പറയും, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയും. അതാണ്, അത് ആ തിരിച്ചറിവാണ് ഈമാന്റെ പൂർണ്ണതയാണ്. ഇത് പൂർത്തിയാക്കണതോ, പൂർത്തിയാക്കല്ലേ. ഇനി അള്ളാഹുവിന്റെ ഹിക്മത്തുകളിൽപ്പെട്ടതാണ് ഫി ഇസ്രാഇൽ മസ്വാഇബ്, മുസീബത്ത് നടപ്പാക്കുന്നതിൽ അള്ളാഹുവിന്റെ മറ്റൊരു ഹിക്മത്ത്. ഒന്ന് പറഞ്ഞു പാപം പൊറുക്കാൻ, മറ്റൊന്നാണ് ഇബ്തിലാഉൽ അബ്ദി, അടിമകളെ പരീക്ഷിക്കുക. ഇൻദ വുഖൂഇഹാ, ഈ മുസീബത്ത് വരുമ്പോൾ ഓന്റെ നിലപാട് എന്താ നോക്കുക. മൻ യസ്ബിറു വയർളാ, ആരാ ക്ഷമിക്കുന്നത്, ആരാ തൃപ്തിപ്പെടുന്നത്. വമൻ യജ്സഅ വയസ്കുത്, ആരാണ് അക്ഷമ കാണിക്കുന്നത്, ആരാണ് കോപിക്കുന്നത് എന്നൊക്കെ അള്ളാഹ് പരീക്ഷിച്ചറിയാൻ വേണ്ടി ആയിരിക്കും കൊടുത്തത്. ഒരു പ്രവൃത്തി മാത്രം മനസ്സിലാക്കും, വലിയ വർത്താനം പറയുവാന്, പക്ഷെ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഒരു തനിനിറണ്ട് പുറത്തേക്ക് വരിക. അതിനു വേണ്ടിയും അള്ളാഹു തആല ചിലപ്പോൾ മുസീബത്തുകൾ നൽകും. കമാ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പറഞ്ഞു, ഇന്ന ഇളമിൽ ജസാഇ മാ ഇളമിൽ ബലാഇ, വമ്പിച്ച പ്രതിഫലം വമ്പിച്ച പരീക്ഷണത്തിന്റെ കൂടെയാകും. വ ഇന്നല്ലാഹി ഇദാ അഹബ്ബ ഖൗമൻ, അല്ലാഹു ഒരു ഖൗമിനെ ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാഹും, അവരെ പരീക്ഷിക്കും. ഫമൻ റളിയ ഫലഹു റിളാ, ആരതിൽ തൃപ്തിപ്പെട്ടോ അവൻ അള്ളാഹിന്റെ തൃപ്തിയുണ്ട്. വമൻ സഖിത ഫലഹു സഖ്തു, ആര് കോപിച്ചുവോ അവൻ അള്ളാഹുവിന്റെ കോപവുമുണ്ട്. റവാഹു തിർമിദി വഹസന. വരിളാ, റിള എന്ന് പറഞ്ഞാൽ ഹുവ അൻ യുസ്ലിമൽ അബ്ദു അംറഹു ഇലല്ലാഹ്, ഒരു അടിമ തന്റെ എല്ലാ കാര്യവും അള്ളാഹുലേക്ക് ഏൽപ്പിക്കലാണ്. വയുഹ്സിന ളന്ന ബിഹി, അള്ളാഹിനെ പറ്റി സൽവിചാരം വെച്ച് പുലർത്തലാണ്. വയർഗബ ഫീ സവാബിഹി, അള്ളാഹിന്റെ പ്രതിഫലം കാക്ഷിക്കണം. അതാണ് റിള എന്ന് പറഞ്ഞാൽ അള്ളാഹ് തന്നതൊക്കെ അവന് തൃപ്തിയാണ്, അതിലൊക്കെ അവന് പ്രതിഫലം കാക്ഷിക്കുന്നു. അള്ളാഹിനെ പറ്റി സൽവിചാരം വെച്ച് പുലർത്തും. എനിക്ക് റബ്ബ് തന്നു, അൽഹംദുലില്ലാഹ്, എന്റെ റബ്ബ് എന്നോട് ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അള്ളാഹിനെ പറ്റി അപ്പോഴും ഒരു സൽവിചാരമാണ്. എന്താ അള്ളാഹ് ഇങ്ങനെ, എന്താ പഠിച്ചോ എന്നോട് ഇങ്ങനെ കാണിക്കുക, അതല്ല. അള്ളാഹിനെ പറ്റി സൽവിചാരമേ അവരുണ്ട്. അതാ റിള. വസ്സഖ്തു ഹുവൽ കറാഹിയതു ലിശ്ശൈഇ, സഖ്ത് എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയെ വെറുക്കുക. വഅദമു റിളാ ബിഹി, അത് തൃപ്തിയടയാതിരിക്കുക. ഐ മൻ സഖത അലല്ലാഹി ഫീമാ ദബ്ബറഹു ഫലഹു സഖ്തു മിനല്ലാഹ്, അല്ലാഹ് അവൻ നിശ്ചയിച്ചതിൽ അള്ളാഹുവിന്റെ കോപം കാണിക്കുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിന്റെ കോപവും ഉണ്ടായിരിക്കും. വഫീ ഹാദിൽ ഹദീസ്, ഈ ഹദീസ് മനസ്സിലാക്കാം, അന്നൽ ജസാഅ മിൻ ജിൻസിൽ അമൽ, പ്രതിഫലം കൊടുക്കുക അമലിന്റെ അതേ ഗണത്തിൽപ്പെട്ട പ്രതിഫലം കൊടുക്കുക. അല്ല, തൃപ്തിപ്പെട്ടോന് അതാണ് തൃപ്തി, കോപം കാണിച്ചോന് അള്ളാഹിന്റെ കോപം. അപ്പൊ ഒരാളുടെ പ്രവൃത്തി എന്താണോ അതനുസൃതമായ പ്രതിഫലം അല്ലാഹു തആല അവന് നൽകുക എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം ഈ ഹദീസിൽ മറ്റൊരു പാഠമുണ്ട്, അല്ലാഹു തആലക്ക് തൃപ്തി എന്ന സിഫത്തുണ്ട് എന്ന് മനസ്സിലായി. അല്ലാഹ് ഒരാൾ തൃപ്തിപ്പെട്ടാൽ പരീക്ഷിക്കും, ആൾ തൃപ്തിപ്പെട്ടോ അല്ലാഹു തൃപ്തി കിട്ടും. അപ്പൊ അല്ലാഹു തആലക്ക് റിള എന്ന ഒരു സിഫത്തുണ്ട് എന്ന് മനസ്സിലായി. അലാമ യലീഖു ബിഹി, അല്ലാഹുവിനെ യോജിക്കുന്ന രീതിയിൽ. നമ്മൾ തൃപ്തി പോലെയാണ് അല്ലാഹുവിന്റെ തൃപ്തി അല്ല, അത് രണ്ടും രണ്ടാണ്. കസാഇൽ സിഫാത്തിഹി, മറ്റു സിഫത്ത് പോലെ തന്നെ അല്ലാഹുവിന്റെ എല്ലാ സിഫാത്തും നമ്മളെപ്പോലെയല്ല എന്നപ്പോൾ റിള എന്നതും നമ്മളെപ്പോലെയല്ല. മുഅ്തസിലകളുടെ ഖണ്ഡനമാണ്. മുഅ്തസിലകൾ അല്ലാഹ് തൃപ്തിപ്പെടൂല, അല്ലാഹ് കോപിക്കൂല, അല്ലാഹ് ശപിക്കൂല. കാരണം എന്താ, അതൊക്കെ മനുഷ്യന്മാരുടെ സിഫത്താണ്, അത് അല്ലാഹ്ക്ക് കൊണ്ട് പറയാൻ പറ്റൂല എന്നാണ്. അതാണ് കമാ യലീഖു ബിഹി, അല്ലാഹുവിനോട് യോജിക്കുന്ന പോലെ അല്ലാഹ് തൃപ്തിപ്പെടും, അല്ലാഹ് കോപിക്കും. നമ്മൾ കോപിക്കണ പോലെയാണ് അല്ലാഹ് കോപിക്കുക? അല്ല. അത് അല്ലാഹ്ക്കുണ്ടോ? ഇല്ല. നമ്മുടെ കോപം പോലെ കോപം അല്ലാഹ്ക്കില്ല. നമ്മുടെ കോപം നമുക്കേ ഉള്ളൂ. അത് ഓരോ സൃഷ്ടിക്കും കോപം വ്യത്യസ്തമാണ്. അപ്പൊ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലോ
ഏതായാലും വ്യത്യാസം ഉണ്ടാവും. വഫീഹി, അതോടൊപ്പം ഈ ഹദീസിലുണ്ട് ബയാനുൽ ഹിക്മത്തി ഫീ ഇജ്റാഇൽ മസ്വാഇബിൽ ഇബാദ്, അടിമകൾക്ക് മുസീബത്തുകൾ നടപ്പാക്കുന്നതിന്റെ ഹിക്മത്തും ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം. വഫീഹി ഇസ്ബാത്തുൽ ഖളാഇ വൽ ഖദരി, ഖളാ ഖദർ സ്ഥിരപ്പെടുത്തൽ ഈ ഹദീസിലുണ്ട്. ഓ അന്നൽ മസ്വാഇബ തജ്രി ബി ഖളാഇല്ലാഹി വ ഖദരിഹി, എല്ലാ മുസീബത്തും അല്ലാഹുവിന്റെ ഖളാ ഖദർ പ്രകാരമാണ് സംഭവിക്കുന്നത് എന്നും ഈ ഹദീസിൽ മനസ്സിലാക്കാം. വഫീഹി മശ്റൂഇയത്തു സ്വബ്രി അൽ മസ്വാഇബി, മുസീബത്തുകൾ ക്ഷമിക്കണമെന്ന് ഈ ഹദീസിൽ മനസ്സിലാക്കാം. വറുജു ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് മടങ്ങണമെന്ന് മനസ്സിലാക്കാം. വൽഇഅ്തിമാദി വഹദ, റബ്ബിനെ മാത്രം ആശ്രയിക്കണം, അവലംബിക്കണം എന്ന് മനസ്സിലാക്കാം. ഫീ കുല്ലി മുലിമ്മത്തിൻ വദഫഇ കുല്ലി മക്റൂഹിൻ, എല്ലാ പ്രയാസത്തിലും എല്ലാ വിഷമം തടുക്കാനും അല്ലാഹുവിലേക്കാണ് അഭയം തേടേണ്ടത് എന്നും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. വഖദ അമറല്ലാഹു ബിൽ ഇസ്തിആനതി ബിസ്സബ്രി വസ്സലാ, മാത്രമല്ല ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും നിങ്ങൾ സഹായം അർത്ഥിക്കണമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുമുണ്ട്. ഖുർആനിൽ വസ്തഈനു ബിസ്സബ്രി വസ്സലാ അലാ മാ യുവാജിൽ ഇൻസാൻ ഫീ ഹാദിഹിൽ ഹയാത്തി മിൻ മതാഇബ വമശാഖിൻ, ഈ ദുനിയാവിലെ ജീവിതത്തിൽ മനുഷ്യന്മാർ കേൾക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ, ക്ഷീണങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അതിൽ ക്ഷമ കൈകൊണ്ടുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് റബ്ബിനെ സഹായം കിട്ടാൻ നിങ്ങൾ മാർഗം സ്വീകരിക്കണം എന്ന് അല്ലാഹു തആല പറയുകയും ചെയ്തിരിക്കുന്നു. ലിഅന്ന മിൻ വറാഇ ദാലികൽ ഖൈറു വൽ ആഖിബത്തുൽ ഹമീദ, കാരണം ക്ഷമിച്ചാൽ അതിന് പിറകിൽ ധാരാളം ഖൈർ കിട്ടാനും ഏറ്റവും നല്ല പര്യവസാനം അതുവഴി വന്നു ചേരാനുണ്ട്. വഅഖ്ബറ അന്നഹു മഅസ് സ്വാബിരീൻ, മാത്രം അല്ലാഹ് പറഞ്ഞു അല്ലാഹ് സ്വാബിരീങ്ങളുടെ കൂടെയാണ്, ക്ഷമാലുക്കളുടെ കൂടെയാണെന്ന് പറഞ്ഞു. ബിനസ്രിഹി വതഈരിഹി, സഹായം കൊണ്ട് അവന്റെ ശക്തിപ്പെടുത്തൽ കൊണ്ട് അവൻ കൂടെയുണ്ട്. അല്ലാതെ അല്ലാഹു ഒരിടത്ത് നിൽക്കുന്നതല്ല. ക്ഷമാലുക്കളുടെ കൂടെയാണെന്ന് പറഞ്ഞാൽ അവർക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക, അവരെ അല്ലാഹ് ശക്തിപ്പെടുത്തുക എന്നർത്ഥം. ഖാല തആല യാ അയ്യുഹൽ ആമനൂ ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, അല്ലാഹ് സ്വാബിരീങ്ങളുടെ കൂടെയാകുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. മിമ്മാ യദുല്ലു അലാ അഹമ്മിയത്തി സ്വബ്ർ, ഇതൊക്കെ ക്ഷമയുടെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. വഹാജത്തുൽ മുഅ്മിനി, സത്യവിശ്വാസി എത്രമാത്രം ക്ഷമ ആവശ്യമുള്ളവനാണ് എന്ന് ഈ ആയത്തും ഹദീസുമെല്ലാം നമ്മെ അറിയിക്കുന്നു. വഹുവ മിൻ മുഖവ്വിമാത്തിൽ അഖീദ, അഖീദ ശരിയാക്കുന്ന കാര്യമാണ് ക്ഷമ എന്നപ്പോ മനസ്സിലായി. ഹെഡിങ് എന്താണ്? ക്ഷമയും അഖീദത്തിന്റെ സ്ഥാനവും. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഇവിടെ അഖീദ ശരിയാവാൻ അനിവാര്യമായും ഉണ്ടാവേണ്ട സ്വഭാവമാണ് ക്ഷമ എന്നുള്ളത്. നസ്അലുല്ലാഹ അസ്സ വജല്ല, നാം അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു അൻ യർസുഖന സ്വബ്റ, നമുക്കെല്ലാം ക്ഷമ നൽകാൻ നാം പ്രാർത്ഥിക്കുന്നു. വൽ ഇഹ്തിസാബ, പ്രതിഫലം കാക്ഷിക്കാനും. വയമുന്ന അലൈനാ ബിത്തൗഫീഖ് വൽ ഹിദായ, അവന്റെ തൗഫീഖും ഹിദായത്തും നമുക്ക് നൽകുവാനും നാം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. ഒരു 6 ഭാഗം കഴിഞ്ഞു. ഇനി മറ്റൊരു വിഷയമാണ് അള്ളാഹുവിന്റെ കാര്യത്തിൽ പറയാൻ പാടില്ലാത്ത ചില വാക്കുകൾ. ഇതൊന്നുമല്ലാതെ തന്നെ അള്ളാഹിനെ പറ്റി പറയുമ്പോൾ ചില വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ചില പദപ്രയോഗം ഹദീസിലൊക്കെ പ്രത്യേകമായി നിബിധങ്ങൾ എടുത്തു പറഞ്ഞ അള്ളാഹിനെ പറ്റി കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ അള്ളാഹിനെ പറ്റി പൂർണ്ണതയെ ബാധിക്കുന്ന രൂപത്തിൽ ചില പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനത്തെ 4-5 വാക്കാണ് അടുത്തൊരു ബാബിലുള്ളത്. അതുകൂടി ഈ ഭാഗം കഴിഞ്ഞു. ഉലൂഹിയത്ത് റുബൂബിയത്ത് അവിടെ കഴിഞ്ഞു. തൗഹീദിന്റെ 2 ഇനം ഉലൂഹിയത്ത് റുബൂബിയത്തും ഈ അടുത്ത ബാബോട് കൂടി അവസാനിക്കും. പിന്നെ അസ്മാഉ സിഫാത്ത് കാണും. ഇത് കഴിഞ്ഞാൽ പിന്നെ തൗഹീദിന്റെ 3ാമത്തെ ഇനമായ അസ്മാഉ സിഫാത്ത്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റു വിശ്വാസ കാര്യങ്ങളിലേക്ക് വരുന്നത്. ഏതെന്നാലും നമ്മുടെ വിശ്വാസവുമായി ഏറെ ബന്ധപ്പെടുന്ന ജീവിതത്തെ എപ്പോഴും കാത്തു സൂക്ഷിക്കണമെന്ന ഒരുപാട് അദബുകളാണ് അക്കീദയുമായി ബന്ധപ്പെട്ടതിലൊക്കെ വരുന്നത്. പരമാവധി അമലാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.